ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. PSC 2025 ഏപ്രിലിൽ നടത്തിയ ഒരു ചോദ്യപേപ്പറാണ് 32/2025 എന്ന ചോദ്യപേപ്പറാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. എത്രത്തോളം ചോദ്യങ്ങൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നറിയില്ല, പറ്റുന്നത്രയും നമുക്കിന്ന് ചെയ്യാം കേട്ടോ. ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത്, നമുക്കത് SCRTയിൽ നോക്കാം. ഒരുവിധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും SCRTയിൽ നിന്ന് ഡയറക്റ്റ് തന്നെയാണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത്. ഈ ചോദ്യം നോക്കാം. 10th സ്റ്റാൻഡേർഡ് SCRTയിലെ സോഷ്യൽ സയൻസ് പാർട്ട് 1ൻ്റെ രണ്ടാമത്തെ ടെക്സ്റ്റിലെ ഒരു ഭാഗമാണ് കേട്ടോ ഇത്. കുളച്ചൽ യുദ്ധത്തിനെ കുറിച്ചാണ് തന്നിട്ടുള്ളത്. ഈ ഒരു ബോക്സ് ഒന്ന് വായിക്കാം. കുളച്ചൽ യുദ്ധം ഡച്ചുകാരെ സംബന്ധിച്ചിടത്തോളം അത്യന്തം വിനാശകരമായിരുന്നു. പ്ലാസി യുദ്ധത്തെ പോലെ ഇതും ഒരു മഹായുദ്ധമായിരുന്നില്ല. പക്ഷേ കേരളം, മലബാർ പിടിച്ചടക്കണമെന്ന ഡച്ചുകാരുടെ മോഹം ഇതോടെ അസ്തമിച്ചു. ഡച്ചുകാരുടെ ആയുധബലത്തിനേറ്റ ആദ്യത്തെ ശക്തിയേറിയ പ്രഹരമായിരുന്നു കുളച്ചൽ യുദ്ധം. അതിൻ്റെ ആഘാതത്തിൽ നിന്നും മുക്തി നേടാൻ പിന്നീടൊരിക്കലും അവർക്ക് കഴിഞ്ഞില്ല. ഇത് തന്നെയാണ് ഈ ഒരു യുദ്ധം കൊണ്ടുണ്ടായ ധാർമ്മികമായ നേട്ടവും. ഇത്തരത്തിലുള്ള ഈ ഒരു അഭിപ്രായം സർദാർ KM പണിക്കർ ഹിസ്റ്ററി ഓഫ് കേരള എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത് സർദാർ KM പണിക്കരാണ്. അപ്പോൾ ആൻസർ കിട്ടിയല്ലോ. ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത് സർദാർ KM പണിക്കർ. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന ഗ്രന്ഥം ഏതാണ്? കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥം ഏത്? ആൻസർ നമുക്കറിയാം ഈ ചോദ്യത്തിൻ്റെ അല്ലേ, എന്നാലും നമുക്ക് ടെക്സ്റ്റിൽ നിന്ന് തന്നെ നോക്കാം. ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ചു. 1947 കേളപ്പൻ്റെ അധ്യക്ഷതയിൽ തൃശ്ശൂരിൽ ചേർന്ന ഐക്യ കേരള കൺവെൻഷനിലും സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം ആലുവയിൽ വെച്ച് ചേർന്ന ഐക്യ കേരള സമ്മേളനത്തിലും ഐക്യ കേരള പ്രമേയം പാസാക്കി. ഇതേ തുടർന്ന് 1949 ജൂലൈ 1 തിരുവിതാംകൂറിനെയും കൊച്ചിയെയും സംയോജിപ്പിച്ച് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ചു. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 1949 ജൂലൈ 1 തിരുവിതാംകൂറിനെയും കൊച്ചിയെയും സംയോജിപ്പിച്ച് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ചത്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടാവും, ഓർത്ത് വെക്കണം കേട്ടോ. 1949 ജൂലൈ 1 തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിക്കുന്നത്. ഇനി നമ്മുടെ പോയിന്റ്, മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് EMS നമ്പൂതിരിപ്പാട് 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് EMS നമ്പൂതിരിപ്പാട് 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപീകരണത്തിനായി പ്രക്ഷോഭങ്ങൾ ശക്തമായതിനെ തുടർന്ന് കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. കമ്മീഷന്റെ ശുപാർശ പ്രകാരം മലബാർ, തിരുവിതാംകൂർ, കൊച്ചി പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായി. കമ്മീഷന്റെ ശുപാർശ പ്രകാരം മലബാർ, തിരുവിതാംകൂർ, കൊച്ചി എന്നീ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായി. അടുത്തത്, ഇതും ഈ ഭാഗവും ഒരു PYQ ആണ്. തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നീ താലൂക്കുകൾ മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തു. തെക്കൻ കർണാടകത്തിൻ്റെ ഭാഗമായിരുന്ന കാസർഗോഡ്, ഹോസ്ദുർഗ് താലൂക്കുകൾ കേരളത്തോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഇതിൽ ഏതാണ് മദിരാശിക്ക് സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തതെന്ന രീതിയിലൊക്കെ ചോദ്യം വന്നിട്ടുണ്ട്, നോക്കുക. തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നീ താലൂക്കുകൾ മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തു. തെക്കൻ കർണാടകത്തിൻ്റെ ഭാഗമായിരുന്ന കാസർഗോഡ്, ഹോസ്ദുർഗ് താലൂക്കുകൾ കേരളത്തോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഓക്കെ ആണല്ലോ, അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥം ഏതാണ്? 1.25 കോടി മലയാളികൾ എന്നതാണ്. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏത്? SCRTയിൽ ഇതാ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. പഞ്ചശീല തത്വങ്ങൾ 1954 ചൈനയുമായി അതിർത്തി തർക്കമുണ്ടായപ്പോൾ ഇന്ത്യ ചൈനയുമായി ഒപ്പിട്ട കരാറാണ് പഞ്ചശീല തത്വങ്ങൾ. ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രി ചൗ എൻ ലായിയുമാണ് സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവെച്ചത്. ചൗ എൻ ലായി, ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രിയായിരുന്ന ചൗ എൻ ലായിയുമാണ് സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവെച്ചത്. ചൈനയുമായി ഒപ്പിട്ട കരാറാണ് പഞ്ചശീലമെങ്കിലും എല്ലാ രാജ്യങ്ങളോടുമുള്ള ഇന്ത്യയുടെ സമീപനം അതുതന്നെ ആയിരുന്നു. അവ താഴെ പറയുന്നതാണ്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, രാജ്യത്തിൻ്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക, പരസ്പരം ആക്രമിക്കാതിരിക്കുക,
ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക, സമത്വവും പരസ്പര സഹായവും പുലർത്തുക, സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക. ഓക്കെ, അന്താരാഷ്ട്ര പ്രശ്നങ്ങളിൽ സ്ഥിരമായി ഒരു ചേരിയോടൊപ്പം നിൽക്കാതെ പ്രശ്നത്തിന്റെ ശരി തെറ്റുകൾ വിലയിരുത്തിക്കൊണ്ട് നിലപാടെടുക്കുക എന്ന സമീപനമാണ് ഇന്ത്യ സ്വീകരിച്ചത്. അപ്പോൾ അതാണ് പഞ്ചശീല തത്വങ്ങൾ. അപ്പോൾ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യ, ചൈന. 1857 കലാപത്തിൽ നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു? നാനാ സാഹിബ് നേതൃത്വം നൽകിയത് കാൺപൂരിലാണ്. നമ്മൾ പഠിച്ചതാണ്. SRTയിൽ ഒന്ന് നോക്കിയിട്ട് വരാം. ഇത് 10th SRT തന്നെയാണ്. നമ്മൾ ഓൾറെഡി പഠിച്ച ഒരു ഭാഗമാണ്. ടെക്സ്റ്റ് ബുക്ക് 1 ആണ് കേട്ടോ. സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്ക് 1 ആണ്. ഓക്കെ, കലാപസ്ഥലങ്ങൾ, നേതാക്കന്മാർ എന്നിങ്ങനെ ബോക്സ് ആയിട്ട് തന്നെ തന്നിട്ടുണ്ട്. ഇത് തന്നെ നേരിട്ടാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇതിവിടെ തന്നിട്ടുണ്ട്. നാനാ സാഹിബ്, താന്തിയ തോപ്പി എന്നിവർ കാൺപൂരിൽ നേതൃത്വം വഹിച്ചു. മൗലവി അഹമ്മദുള്ള ഫൈസാബാദിലും ബീഗം ഹസ്രത്ത് മഹൽ ലക്നൗ, റാണി ലക്ഷ്മിഭായി ഝാൻസി, ബഹദൂർ ഷാ സഫർ അല്ലെങ്കിൽ ബഹദൂർ ഷാ രണ്ടാമൻ ഡൽഹിയിലുമാണ് കലാപത്തിന് നേതൃത്വം കൊടുത്തത്. ഡൽഹി ബഹദൂർ ഷാ രണ്ടാമൻ, ഝാൻസി റാണി ലക്ഷ്മിബായി, ലഖ്നൗ ബീഗം ഹസ്രത്ത് മഹൽ, കാൺപൂർ നാനാ സാഹിബ് താന്തിയ തോപ്പി, ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള. 1775 രണ്ടാം അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നത് എവിടെയാണ്? SRTയിൽ തന്നെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വൻകര ഒന്നാകെ സമ്മേളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ സയൻസിൻ്റെ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിൽ തന്നെയാണ്. 1ാമത്തെ ചാപ്റ്ററാണ്, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഓക്കെ, ഇതിവിടെ നോക്കിക്കേ. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ നയങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരെ പ്രതികരിക്കാനായി ജോർജിയ ഒഴികെയുള്ള കോളനികളുടെ പ്രതിനിധികൾ 1774 ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചു. ഇത് 1ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്നറിയപ്പെടുന്നു. അപ്പോൾ 1ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എവിടെയാണ്? ഫിലാഡൽഫിയയിലാണ്. ഏത് വർഷം? 1774. തുടർന്ന് വ്യവസായങ്ങൾക്കും വ്യാപാരത്തിനും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ നീക്കണമെന്നും തങ്ങളുടെ അംഗീകാരമില്ലാതെ നികുതി ചുമത്തരുതെന്നും ആവശ്യപ്പെട്ട് കോളനി ജനത ഇംഗ്ലണ്ടിലെ രാജാവിന് നിവേദനം നൽകി. എന്നാൽ രാജാവ് ജനങ്ങളെ അടിച്ചമർത്താനായി സൈന്യത്തെ അയച്ചു. ഇത് ഇംഗ്ലണ്ടും കോളനികളും തമ്മിലുള്ള യുദ്ധത്തിന് വഴിതെളിച്ചു. 1775 ഫിലാഡൽഫിയയിൽ ചേർന്ന 2ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. 2ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ഏത് വർഷം? 1775. നേരത്തെ 1ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നമ്മൾ കണ്ടു 1774 ഫിലാഡൽഫിയയിൽ വെച്ച്. തൊട്ടടുത്ത വർഷം 1775 ഫിലാഡൽഫിയയിൽ തന്നെയാണ് 2ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസും ഉണ്ടായിരുന്നത്. ജോർജ് വാഷിംഗ്ടണിനെ കോണ്ടിനെൻ്റൽ സൈന്യത്തിൻ്റെ തലവനായി തിരഞ്ഞെടുത്തു. ഈ സമയം തോമസ് പെയിൻ തൻ്റെ കോമൺ സെൻസ് എന്ന ലഘുലേഖയിലൂടെ ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തി എന്ന് പ്രഖ്യാപിച്ചു. 1776 ജൂലൈ 4 അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ലോക പ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെ പോയിന്റ്സ് ആണ് പറഞ്ഞത്? 1ാമത്തെ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് 1774 ഫിലാഡൽഫിയയിലാണ് സമ്മേളിച്ചത്. 2ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, നമ്മുടെ ചോദ്യം, 1775 ഫിലാഡൽഫിയയിൽ ചേർന്നു. അതേ തുടർന്ന് ഇവിടെ ഒരു പോയിന്റും കൂടെ ഉണ്ട്. തോമസ് പെയിൻ ലഘുലേഖ തയ്യാറാക്കി. പേരെന്താണ്? കോമൺ സെൻസ് എന്നാണ്. തോമസ് പെയിൻ തയ്യാറാക്കിയതാണ് കോമൺ സെൻസ് എന്ന ലഘുലേഖ. ഇതും ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. കോമൺ സെൻസ് എന്ന ലഘുലേഖ തയ്യാറാക്കിയത് ആര് എന്ന രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. തോമസ് പെയിൻ ആണെന്ന് ഓർത്തിരിക്കുക. അടുത്തത് 1776 ജൂലൈ 4 അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ലോക പ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. ക്ലിയർ ആണല്ലോ? അപ്പോൾ 1775 2ാം അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നത് എവിടെയാണ്? ഫിലാഡൽഫിയയിലാണ്. 1ാം അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസും ഫിലാഡൽഫിയയിൽ തന്നെയായിരുന്നു എന്ന് ഓർത്തിരിക്കുക. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? അന്റോണിയോ ഗുട്ടറസ് ആണ് കേട്ടോ. അന്റോണിയോ ഗുട്ടറസ് ആണ് ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന വാദങ്ങളിൽ പ്രാദേശികവാദത്തിന് ഉദാഹരണം അല്ലാത്തത് ഏതാണ്? പ്രാദേശികവാദങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? താരതമ്യേന ഒരു ചെറിയ പ്രദേശത്ത് മാത്രമായിട്ട് വീശുന്ന കാറ്റുകളാണ് പ്രാദേശികവാദങ്ങൾ.
നമ്മളതിന് ഉദാഹരണങ്ങൾ പഠിച്ചിട്ടില്ലേ? ചിനൂക്ക്, മിസ്ട്രൽ, ഫോൻ, ഖാംസിൻ, ലാവെൻഡർ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? അപ്പോൾ അതൊക്കെയാണ് പ്രാദേശിക വാദങ്ങൾ എന്ന് പറയുന്നത്. താരതമ്യേന ചെറിയ പ്രദേശത്ത് മാത്രം കാണപ്പെടുന്ന വാദങ്ങളാണ് പ്രാദേശിക വാദങ്ങൾ. ചിനൂക്ക് എന്താണ്? ചിനൂക്ക് എന്ന് പറയുന്നത് വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന കാറ്റാണ് ചിനൂക്ക്. ഈ ഒരു കാറ്റിൻ്റെ ഫലമായിട്ട് റോക്കി പർവ്വതനിരയുടെ കിഴക്കേ ചെരുവിൽ ഇങ്ങനെ മഞ്ഞ് മാറി ഒഴുകുന്നത് പോലൊരു ഫീലുണ്ട്. അതിനാണ് ഈ ഒരു പേര്, ഈ ഒരു ചിനൂക്ക് എന്ന ഈ ഒരു പ്രാദേശികവാദത്തിന് മഞ്ഞുതീനി എന്നൊരു പേരും കൂടെ ഉണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം മഞ്ഞുതീനി എന്ന അർത്ഥം വരുന്ന പ്രാദേശികവാദം ഏത് എന്ന് പ്രീവിയസ് ഇയറിൽ PSC ചോദിച്ചിട്ടുണ്ട്. അത് ചിനൂക്കാണ്. അപ്പോൾ വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റ് ഏതാണ്? ചിനൂക്കാണ്. അപ്പോൾ അതൊരു പ്രാദേശികവാദമാണ്. അടുത്തത് ലൂ എന്താണ്? ലൂ നമുക്ക് കുറച്ചും കൂടെ അറിയാവുന്ന ഒരു പ്രാദേശികവാദമാണ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂ എന്നത്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റ് ഏതാണ്? ലൂ ആണ്. മെയിനായിട്ടും രാജസ്ഥാനിലാണ് ലൂ ഉഷ്ണക്കാറ്റ് രൂപം കൊള്ളുന്നത്. രാജസ്ഥാനിലാണ്. രാജസ്ഥാൻ. ഓക്കെ. അടുത്തത് ഹർമാറ്റൻ. ഡോക്ടർ എന്ന വിളിപ്പേരുള്ള ഒരു കാറ്റ് ഏത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശികവാദമാണ് ഹർമാറ്റൻ. ഹർമാറ്റൻ ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന പ്രാദേശിക കാറ്റാണ് ഏത്? ഹർമാറ്റൻ എന്നത്. അപ്പം അതും പ്രാദേശികവാദമാണ്. പ്രാദേശികവാദത്തിന് ഉദാഹരണമല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചത്. ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്, ചക്രവാദം. ചക്രവാദം. എന്താണ് ചക്രവാദങ്ങൾ? അസ്ഥിരവാദങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറി ഉണ്ട്. വേരിയബിൾ വിൻസ് എന്ന് പറയും. അതായത് അന്തരീക്ഷത്തിൽ സംഭവിക്കുന്ന വ്യത്യാസങ്ങൾക്കനുസരിച്ച് രൂപം കൊള്ളുന്ന കാറ്റുകളാണ് ഈ അസ്ഥിരവാദങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ 2 തരമുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് ചക്രവാദം, അതായത് സൈക്ലോൺ. 2 പ്രതിചക്രവാദം. പ്രതിചക്രവാദം അതായത് ആൻറ്റി സൈക്ലോൺസ്. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ചക്രവാദമാണ്. ചക്രവാദം എന്ന് പറഞ്ഞാൽ എന്താണ്? ചക്രവാതം എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിൽ ന്യൂനമർദ്ദ പ്രദേശവും അതിന് ചുറ്റുമായിട്ട് ഉച്ചമർദ്ദ പ്രദേശവും സൃഷ്ടിക്കപ്പെടുമ്പോൾ ചക്രവാതം രൂപം കൊള്ളും. അതായത് ന്യൂനമർദ്ദം, ലോ പ്രഷർ ഏരിയൻ്റെ അവിടെ നിന്ന് ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്കാണ് കാറ്റ് വീശുന്നത്, അതറിയാലോ. അപ്പോൾ ഇങ്ങനെ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് കാറ്റുകൾ വീശുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടെ ചക്രവാതങ്ങൾ ഉണ്ടാവുന്നു, അതായത് സൈക്ലോൺസ് ഉണ്ടാവുന്നു. ഇതിന് വ്യത്യാസമുണ്ട്. എങ്ങനെയാണ്? ഉത്തരാർദ്ധഗോളത്തിൽ ചക്രവാതങ്ങൾ ഏത് ദിശയിലാണ്? ആൻറ്റി സൈക്ലോൺ ആയിട്ടും, അതുപോലെ ദക്ഷിണാർദ്ധഗോളത്തിൽ ചക്രവാതങ്ങൾ വീശുന്നത് ക്ലോക്ക് വൈസ് ആയിട്ടാണ്. നോർത്തിൽ സൈക്ലോൺസ് എങ്ങനെയാണ്? ആൻറ്റി സൈക്ലോൺ ആണ്, എതിർ ഘടികാര ദിശയിലാണ്. അതിനുവേണ്ടി സൗത്തിൽ ദക്ഷിണാർദ്ധഗോളത്തിൽ ചക്രവാതങ്ങൾ വീശുന്നത് എങ്ങനെയാണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്, അതായത് ഘടികാര ദിശയിലാണ്. എന്താ ഇതിന് കാരണം? ഇതിന് കാരണം എന്താണ്? കൊറിയോലിസിസ് പ്രഭാവമാണ് കേട്ടോ. കൊറിയോലിസിസ് പ്രഭാവം കാരണം ഉത്തരാർദ്ധഗോളത്തിൽ ചക്രവാതങ്ങളിൽ കാറ്റ് വീശുന്നത് എതിർ ഘടികാര ദിശയിലും, കൊറിയോലിസിസ് പ്രഭാവത്താൽ ദക്ഷിണാർദ്ധഗോളത്തിൽ ചക്രവാതങ്ങൾ വീശുന്നത് ഘടികാര ദിശയിലുമാണ്. ഓക്കെ ആണല്ലോ. അപ്പം ചക്രവാതമാണ് ഇവിടുത്തെ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ. ആഗ്നേയശിലയുമായി ബന്ധമില്ലാത്ത സവിശേഷത തന്നിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക. ആഗ്നേയശിലയുമായി ബന്ധമില്ലാത്ത സവിശേഷത തന്നിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കേ. ഈ ശിലയെ പ്രാഥമിക ശില എന്ന് വിളിക്കുന്നു. എന്താണ് ആഗ്നേയശിലകൾ? ഭൂവൽക്കത്തിലെ വിടവുകളിൽ നിന്നും മുകളിലേക്ക് ഉയർന്നിട്ട് ഉരുകിയ ശിലാദ്രവം ഉയർന്നിട്ട് ഭൗമോപരിതലത്തിൽ വെച്ചോ അല്ലെങ്കിൽ ഭൂവൽക്കത്തിനുള്ളിൽ തന്നെ വെച്ചോ തണുത്തുറഞ്ഞ് എന്തായിട്ട് മാറുന്നു? ശിലകളായിട്ട് രൂപപ്പെടുന്നു. ഇത്തരം ശിലകളാണ് ആഗ്നേയ ശിലകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇഗ്നിയസ് റോക്സ് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് നമുക്ക് ഗ്രാനൈറ്റ്, ബസാൾട്ടൊക്കെ ഇതിന് ഉത്തമ ഉദാഹരണങ്ങളാണ്. ഓക്കെ. ഇത്തരം ശിലകൾ പ്രാഥമിക ശില എന്നാണ് വിളിക്കുന്നത്. പ്രാഥമിക ശില എന്ന് പറയുന്നത് ആഗ്നേയ ശിലകളാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ശിലയും ഈ ഒരു ആഗ്നേയ ശിലയാണ്. അടിസ്ഥാന ശില എന്നും പ്രാഥമിക ശില എന്നും വിളിക്കുന്നത് ആഗ്നേയ ശിലകളാണ്. അതുപോലെ ശിലകളുടെ മാതാവ്, പിതൃശില എന്നൊക്കെ അറിയപ്പെടുന്നത് ആഗ്നേയ ശിലകളാണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഈ ശിലയ്ക്കൊരു ഉദാഹരണമാണ് ബസാൾട്ട്. നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, ഗ്രാനൈറ്റ്, ബസാൾട്ട് ഇതൊക്കെ ആഗ്നേയ ശിലയ്ക്ക് ഉദാഹരണമാണ് എന്ന്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയല്ലേ? ശരിയാണ്. കേരളത്തിൽ ഏറ്റവും അധികം കാണുന്നത് ഈ ഒരു ശിലയാണ്. ആ പോയിന്റ് അവിടെ നിൽക്കട്ടെ, നമുക്ക് അടുത്തത് വായിക്കാം. ഈ ശിലകൾ ഭൂമിക്കകത്തും പുറത്തും രൂപം കൊള്ളുന്നു. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ആ ഒരു പോയിന്റ്. ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉരുകിയ
ശിലാദ്രവം ഭൗമോപരിതലത്തിൽ വെച്ചോ അല്ലെങ്കിൽ ഭൂവൽക്കത്തിൽ വെച്ചോ തണുത്തുറഞ്ഞ് ശിലകളായി മാറുന്നു. ഇതാണ് ആഗ്നേയ ശിലകൾ. അപ്പം 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ? ഈ ശിലകൾ ഭൂമിക്കകത്തും പുറത്തും രൂപം കൊള്ളുന്നു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഏതാണ് നമുക്ക് ആൻസർ കിട്ടി. എന്നാലും നമുക്കിത് വായിക്കാം. കേരളത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്നത് ഈ ശിലയാണ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ശിലകൾ ഏതാണ്? കായാന്തരിക ശിലകളാണ് കേട്ടോ. കായാന്തരിക ശിലകളാണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ കണ്ടുവരുന്നത്. കായാന്തരിക ശിലകളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. എന്താണ് കായാന്തരിക ശിലകൾ? മെറ്റാമോർഫിക് റോക്സ് അല്ലെങ്കിൽ കായാന്തരിക ശിലകൾ എന്ന് പറയുന്നത് ഉയർന്ന മർദ്ദമോ അല്ലെങ്കിൽ താപമൂലമോ ശിലകൾ ഭൗതികമായും രാസപരമായും മാറ്റങ്ങൾക്ക് വിധേയമായിട്ട് രൂപം കൊള്ളുന്നതാണ് കായാന്തരിക ശിലകൾ എന്ന് പറയുന്നത്. 3 ടൈപ്പ് ശിലകളാണ് നമുക്കുള്ളത്. ആഗ്നേയ ശിലകൾ നമ്മളിപ്പോൾ പഠിച്ചു. രണ്ടാമത്തത് അവസാദ ശിലകൾ അല്ലെങ്കിൽ സെഡിമെൻ്ററി റോക്സ് ആണ്. സെഡിമെൻ്ററി റോക്സ് അതെന്താണ്? കാലാന്തരത്തിൽ ശിലകളിങ്ങനെ ക്ഷയിച്ച് പൊടിയായിട്ട് മാറുന്നു. അവസാദങ്ങൾ ഈ ഒരു അവസാദങ്ങൾ, അതായത് ഇങ്ങനെ പൊടിയായിട്ട് മാറിയത് താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ പാളിയായിട്ട് ഇങ്ങനെ നിക്ഷേപിക്കപ്പെട്ട് പിന്നീട് അത് ഉറച്ച് ഒരു തരം ശിലയായിട്ട് മാറുന്നു. അതാണ് അവസാദ ശിലകൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സെഡിമെൻ്ററി റോക്സ്. സെഡിമെൻറ്റ്സ് നിന്നിട്ട് പാറകളായി മാറുന്നതാണ് സെഡിമെൻ്ററി റോക്സ് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് പറയുന്നത് മണൽക്കല്ല്, ചുണ്ണാമ്പ് കല്ല്, ഇതൊക്കെയാണ് കേട്ടോ. ഈ പാളികളായിട്ട് രൂപപ്പെട്ട് ഇങ്ങനെ പാളികളായിട്ടായിരിക്കും ഇത് രൂപപ്പെടുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ സ്ട്രാറ്റിഫൈഡ് റോക്സ്. സ്ട്രാറ്റ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? സ്ട്രാറ്റ എന്ന് പറഞ്ഞാൽ ലെയറുകളാണ് കേട്ടോ. സ്ട്രാറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെയറുകളാണ്. അപ്പോൾ സ്ട്രാറ്റിഫൈഡ് റോക്സ് എന്നറിയപ്പെടുന്നത് ഈ ഒരു അടുക്ക് ശിലകൾ. സ്ട്രാറ്റിഫൈഡ് റോക്സ് എന്ന് പറഞ്ഞാൽ അടുക്ക് ശിലകൾ എന്നാണ് പറയുന്നത്. അത് സെഡിമെൻ്ററി റോക്സ് ആണ്. അവരിങ്ങനെ കുറച്ച് പൊടികളായിട്ട് അടിഞ്ഞുകൂടിയിട്ട് ലെയറുകളായിട്ടാണ് ഇവർ പാറകളായിട്ട് മാറുന്നത്. അവസാദ ശിലകൾ. അതുകൊണ്ട് തന്നെ ഇത് ലെയറുകളായിട്ടിരിക്കുന്നു, അടുക്ക് ശിലകളായിട്ടിരിക്കുന്നു. അതാണ് സ്ട്രാറ്റിഫൈഡ് റോക്സ് എന്നും അറിയപ്പെടുന്നത്. ഏതാണ്? അവസാദ ശിലകളാണ്. 3ാമത്തേതാണ് കായാന്തരിക ശിലകൾ. ഉയർന്ന മർദ്ദം, താപം ഇവയൊക്കെ കൊണ്ട് ശിലകൾ ഭൗതികമായും രാസപരമായും മാറ്റങ്ങൾക്ക് വിധേയമായിട്ട് രൂപപ്പെടുന്നവയാണ് കായാന്തരിക ശിലകൾ. മാർബിൾ, സ്ലേറ്റ് ഇതൊക്കെ അതിന് ഉദാഹരണമാണ്. അപ്പോൾ കേരളത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന ശില ഏതാണ്? കായാന്തരിക ശിലയാണ് കേട്ടോ. ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം കുറച്ച് എളുപ്പമായിട്ട് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ക്ലിഫ് എന്ന്? ക്ലിഫ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും അല്ലേ? വർക്കല ക്ലിഫൊക്കെ കേട്ട് പരിചയമുള്ളതല്ലേ? അപ്പോൾ ഓപ്ഷനിൽ നിന്ന് നമുക്ക് എടുക്കാവുന്നതാണ്. ഇത് ഒരു തിരമാലയുമായി ബന്ധപ്പെട്ട ഭൂരൂപമാണ് എന്നുള്ളത്. കടൽ തിരമാലയുടെ ഈ അപരദനം, നിക്ഷേപണം തുടങ്ങിയവ മൂലം ഉണ്ടാകുന്ന ഭൂരൂപങ്ങളെ നമ്മൾ ക്രമമായിട്ട് കടൽ തീര ഭൂരൂപങ്ങൾ എന്ന രീതിയിൽ ലിസ്റ്റ് ഔട്ട് ചെയ്യാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കടൽ തീര ക്ലിഫുകൾ അല്ലെങ്കിൽ സീ ക്ലിഫ് എന്ന് പറയുന്നത്. എന്താണ് സീ ക്ലിഫ്? കടലിലേക്ക് തള്ളി നിൽക്കുന്ന ചെങ്കുത്തായ കുന്നുകളാണ് ക്ലിഫ് എന്ന് പറയുന്നത്. കടലിലേക്ക് തള്ളി നിൽക്കുന്ന ചെങ്കുത്തായ കുന്നുകളെയാണ് കടൽ തീര ക്ലിഫുകൾ അല്ലെങ്കിൽ സീ ക്ലിഫ് എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് കടൽ തീര ഭൂരൂപങ്ങളിൽ പെടുന്നത് സ്തംഭങ്ങളാണ് അല്ലെങ്കിൽ സ്റ്റാക്കുകൾ. തിരമാലകളുടെ അപകർഷണ ഫലമായിട്ട് ഒറ്റപ്പെട്ട തൂണുകൾ പോലെ രൂപപ്പെടുന്നതാണ് കടൽ തീര ശിലകൾ എന്നറിയപ്പെടുന്ന സ്തംഭങ്ങൾ. കടൽ തീര ശിലകൾ എന്നറിയപ്പെടുന്ന സ്തംഭങ്ങൾ അല്ലെങ്കിൽ സ്റ്റാക്കുകൾ. പിന്നെ ഉള്ളത് ബീച്ചുകളാണ്. ബീച്ചുകൾ എന്താണ്? തിരമാലകളുടെ നിക്ഷേപണ ഫലമായിട്ട് രൂപം കൊള്ളുന്നവയാണ് ബീച്ചുകൾ. അപ്പോൾ അതും കടൽ തീര ഭൂരൂപങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഇത് ക്ലിഫ് എന്താണ്? ഒരു തിരമാലയുമായി ബന്ധപ്പെട്ട രൂപമാണ്. ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യം, ഏറ്റവും മികച്ച പൊതുഗതാഗതം ഉള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരം ഏതാണ്? ഏറ്റവും മികച്ച പൊതുഗതാഗതമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരമാണ് മുംബൈ ആണ് കേട്ടോ. ഏറ്റവും മികച്ച പൊതുഗതാഗതമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരം ഏതാണ്? മുംബൈ ആണ്. ChatGPTക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ പാശ്ചാത്യ രാജ്യം ഏതാണ്? ChatGPTക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ പാശ്ചാത്യ രാജ്യമാണ് ഇറ്റലി. കുമ്മായമടിച്ച ചുവരിൽ ഒരു തിളക്കം കാണപ്പെടുന്നത് എന്ത് രൂപപ്പെടുന്നത് കൊണ്ടാണ്? കുമ്മായമടിച്ച ചുവരിൽ ഒരു തിളക്കം കാണപ്പെടുന്നത് എന്ത് രൂപപ്പെടുന്നത് കൊണ്ടാണ്? ആൻസർ കാൽസ്യം കാർബണേറ്റ് ആണ് കേട്ടോ. കാൽസ്യം കാർബണേറ്റ്. ഇരുമ്പ് ഫൈലിങ്ങുകളിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുമ്പോൾ HCl ചേർക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഫെറിക് ക്ലോറൈഡും
ഹൈഡ്രജനും ഉണ്ടാകുന്നു. ഫെറിക് ക്ലോറൈഡ് FeCl3യും ഹൈഡ്രജനും H2വും ഉണ്ടാകുന്നു. ഫെറിക് ക്ലോറൈഡും ഹൈഡ്രജനും ഉണ്ടാകുന്നു. ഡി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ പരമാവധി എണ്ണം എത്രയാണ്? ഡി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 10 ആണ് കേട്ടോ. 10. ഡി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ പരമാവധി എണ്ണം 10. ഏത് ഉൽപ്പന്നത്തിനുള്ള അസംസ്കൃത വസ്തുവാണ് ഇൽമനൈറ്റ് എന്നത്? ഇൽമനൈറ്റ് എന്നത് ടൈറ്റാനിയം ഡയോക്സൈഡിനുള്ള അസംസ്കൃത വസ്തുവാണ്. ടൈറ്റാനിയം ഡയോക്സൈഡ് TiO2 ഉൽപാദനത്തിനുള്ള അസംസ്കൃത വസ്തുവാണ് ഇൽമനൈറ്റ്. അക്വേറിയത്തിന്റെ അടിയിൽ നിന്ന് ഉയരുന്ന വായുകുമിളകളുടെ വലിപ്പം വർദ്ധിക്കുന്നത് ഏത് വാതക നിയമം അനുസരിച്ചാണ്? അക്വേറിയത്തിന്റെ അടിയിൽ നിന്ന് ഉയരുന്ന വായുകുമിളകളുടെ വലിപ്പം വർദ്ധിക്കുന്നത് ഏത് വാതക നിയമം അനുസരിച്ചാണ്? വായുകുമിളകളുടെ വലിപ്പം വർദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമം ബോയിൽ നിയമമാണ്. ബോയിൽസ് ലോ ആണ് കേട്ടോ. ബോയിൽസ് ലോ. അക്വേറിയത്തിന്റെ അടിയിൽ നിന്ന് ഉയരുന്ന വായുകുമിളകളുടെ വലിപ്പം വർദ്ധിക്കുന്നത് ബോയിൽ നിയമത്തിനനുസരിച്ചാണ്. പത്രപ്രവർത്തനത്തിന്റെ പുരോഗതിക്ക് വേണ്ടി സ്ഥാപിച്ച കേരള പ്രസ് അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? കേരള പ്രസ് അക്കാദമിയുടെ ആസ്ഥാനം കാക്കനാടാണ്. കാക്കനാട്. പത്രപ്രവർത്തനത്തിന്റെ പുരോഗതിക്ക് വേണ്ടി സ്ഥാപിച്ച കേരള പ്രസ് അക്കാദമിയുടെ ആസ്ഥാനം കാക്കനാടാണ്. മികച്ച സിനിമാ നടനുള്ള ദേശീയ അവാർഡ് ആദ്യമായി ലഭിച്ച മലയാള നടൻ ആരാണ്? മികച്ച സിനിമാ നടനുള്ള ദേശീയ അവാർഡ് ആദ്യമായി ലഭിച്ച മലയാള നടനാണ് PJ ആന്റണി. താഴെ കൊടുക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏതൊക്കെയാണ്? താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകൾ ശരിയായതാണ് നോക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ പ്രസ്താവന, മൈമൂന എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് OV വിജയനാണ്. OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം എന്ന കൃതിയിലാണ് മൈമൂന എന്ന കഥാപാത്രം ഉള്ളത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സ്മാരകശിലകൾ എന്ന നോവലിലെ കഥാപാത്രമാണ് മൈമൂന. അല്ലാട്ടോ, ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സ്മാരകശിലകളിൽ പ്രധാനപ്പെട്ട കഥാപാത്രം ഖാൻ ബഹദൂർ, പൂക്കോയ തങ്ങൾ, കുഞ്ഞാലി എന്നിവരൊക്കെയാണ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, പുനത്തിൽ കുഞ്ഞബ്ദുള്ള സൃഷ്ടിച്ചിട്ടുള്ള കഥാപാത്രമാണ് മൈമൂന. അപ്പോൾ ഇവിടെ സ്മാരകശിലകൾ പുനത്തിൽ കുഞ്ഞബ്ദുള്ളൻ്റെ ആണ്. സ്മാരകശിലകളിൽ മൈമൂനയില്ല. പക്ഷെ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയല്ല, OV വിജയനാണ് മൈമൂന എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയായതുകൊണ്ട് കൂടി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും തെറ്റാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് A ആണ്. 1 മാത്രം ശരി എന്ന രീതിയിൽ. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളത്തിന്റെ ദേശകാലങ്ങൾ എന്ന സാഹിത്യ പഠനം എഴുതിയതാരാണ്? മലയാളത്തിന്റെ ദേശകാലങ്ങൾ എന്ന ഈ ഒരു സാഹിത്യ പഠനം 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് ലഭ്യമായിട്ടുള്ള ഒരു കൃതിയാണ്. ആ കൃതി രചിച്ചിട്ടുള്ളത് EV രാമകൃഷ്ണനാണ്. EV രാമകൃഷ്ണൻ. മലയാളത്തിന്റെ ദേശകാലങ്ങൾ എന്ന സാഹിത്യ പഠനം എഴുതിയത് EV രാമകൃഷ്ണനാണ്. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഷാജി N കരുൺ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണ് പിറവി എന്നത്. ഷാജി N കരുൺ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണ് പിറവി. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. 1989 മികച്ച സിനിമയ്ക്കും സംവിധായകനുമുള്ള അവാർഡ് നേടിയ ആദ്യ സിനിമയാണ് പിറവി. 1989 മികച്ച സിനിമയ്ക്കും സംവിധായകനുമുള്ള അവാർഡ് നേടിയ സിനിമയാണ് പിറവി എന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ് കേട്ടോ. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, G അരവിന്ദന് ദേശീയ അവാർഡ് ലഭിച്ച സിനിമയാണ് പിറവി. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ഒന്നാമത്തേത് മൂന്നാമത്തേത് എന്തായാലും ഒരുമിച്ച് വരില്ലല്ലോ. അപ്പോൾ അതെന്തായാലും തെറ്റാന്ന് നമുക്ക് മനസ്സിലായി. G അരവിന്ദന് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത സിനിമയാണ് ചിദംബരം എന്നത്. പിറവിയല്ല, ചിദംബരമാണ് കേട്ടോ. നമ്മൾ നേരത്തെ ഒരു ചോദ്യപേപ്പറിൽ ഇത് ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് ശരി? 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ B ആണ്. 1ഉം 2ഉം മാത്രം ശരി. ഏകദിന ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ ബാറ്റ്സ്മാൻ ആരാണ്? ഏകദിന ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ ബാറ്റ്സ്മാൻ ആണ് സച്ചിൻ തെണ്ടുൽക്കർ. ഇന്ത്യയുടെ ആദ്യത്തെ ഒളിമ്പിക്സ് ഹോക്കി ടീമിന്റെ നായകൻ ആരാണ്? ഇന്ത്യയുടെ ആദ്യത്തെ ഒളിമ്പിക്സ് ഹോക്കി ടീമിന്റെ നായകനാണ് ജയ്പാൽ സിംഗ് ആണ് ഇന്ത്യയുടെ ആദ്യത്തെ ഒളിമ്പിക്സ് ഹോക്കി ടീമിന്റെ നായകൻ. പ്രൈവറ്റ് ബ്രൗസിംഗ് മോഡ് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ബ്രൗസിംഗ് ഹിസ്റ്ററി, ബ്രൗസിംഗ് ചരിത്രം, കുക്കികൾ എന്നിവ സംഭരിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രൈവറ്റ് ബ്രൗസിംഗ് മോഡ് ഉപയോഗിക്കുന്നത്. ബ്രൗസിംഗ് ചരിത്രം, കുക്കികൾ എന്നിവ സംഭരിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓപ്ഷൻ C ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ.
HTML ഒരു ചിത്രത്തെ പ്രദർശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ടാഗ് ഏതാണ്? HTML ഒരു ചിത്രത്തെ പ്രദർശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ടാഗാണ് IMG ടാഗ്, ഇമേജ് ടാഗാണ് കേട്ടോ. ഇമേജ് ടാഗാണ് ഒരു ചിത്രത്തെ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് HTML ടാഗിൽ യൂസ് ചെയ്യുന്നത്. ഒരു ലാൻ ഇൻ്റർനെറ്റുമായി ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഒരു ലാൻ ഇൻ്റർനെറ്റുമായി ബന്ധിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് റൗട്ടർ എന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ തീരസമതലങ്ങളെക്കുറിച്ചുള്ള തെറ്റായ സൂചന കണ്ടെത്തുക. പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീരസമതലം വീതി കൂടിയതാണ് കേട്ടോ. വീതി കുറവല്ല, വീതി കൂടിയതാണ്. പശ്ചിമ തീരത്തേക്കാൾ കിഴക്കൻ തീരസമതലം വീതി കൂടിയതാണ്. അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികളിൽ പൂർവ്വതീരങ്ങളിൽ വിശാലമായ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നു. കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികൾ പൂർവ്വതീരങ്ങളിൽ വിശാലമായ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നു. കറക്റ്റാണ്. കിഴക്കൻ തീരപ്രദേശങ്ങളിൽ ഡെൽറ്റകൾ കാണപ്പെടുന്നു എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഫാക്റ്റാണ്. താഴ്ന്നുപോയ സമതലങ്ങൾക്ക് ഉദാഹരണമാണ് പശ്ചിമ തീര സമതലങ്ങൾ. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. താഴ്ന്നുപോയ സമതലങ്ങൾക്ക് ഉദാഹരണമാണ് പശ്ചിമ തീര സമതലങ്ങൾ. തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്ന് മാത്രമാണ് തെറ്റ്. ഓപ്ഷൻ എ ആണ് ഇവിടെ നമ്മുടെ ആൻസർ. ഇന്ത്യയിലെ ഒരു പ്രധാന ഭൗമ താപോർജ ഉൽപാദന കേന്ദ്രമാണ് ഏതാണ്? പുകാർ താഴ്വര, മണികരൺ എന്നിവ ഭൗമ താപോർജ ഉൽപാദന കേന്ദ്രമാണ്. ദിഗ്ബോയ് എന്താണ്? ദിഗ്ബോയ് എണ്ണ ശുദ്ധീകരണശാലയാണ്. അങ്കലേശ്വറോ? ഗുജറാത്തിലെ ഒരു എണ്ണ ഖനി കേന്ദ്രമാണ് അങ്കലേശ്വർ. ഓക്കെ, അപ്പൊ പ്രധാന ഭൗമോർജ താപോർജ ഉൽപാദന കേന്ദ്രമാണ് പുകാ താഴ്വര, മണികരൺ എന്നിവ. 1ഉം 2ഉമാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഭൂമധ്യരേഖാ പ്രദേശത്ത് ലഭിക്കുന്ന മഴ. ഭൂമധ്യരേഖാ പ്രദേശത്ത് ലഭിക്കുന്ന മഴയാണ് സംവഹനവൃഷ്ടി. മൺസൂൺ കാലത്തിന് മുൻപ് കേരളത്തിൽ ലഭിക്കുന്ന വേനൽ മഴ ഏതാണ്? മൺസൂൺ കാലത്തിന് മുൻപ് കേരളത്തിൽ ലഭിക്കുന്ന വേനൽ മഴയാണ് മാംഗോ ഷവർ. ഖാരിഫ് വിളകൾ വിളവെടുക്കുന്ന സമയം. ഖാരിഫ് വിളകൾ വിളവെടുക്കുന്ന സമയമാണ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങൾ. സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യം. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യമാണ് ഫിലിപ്പൈൻസ് ആണ് ഹരിത വിപ്ലവത്തിൽ. അടുത്തത്, ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഹാൽ തദ്ദേശീയമായി വികസിപ്പിച്ച ഏറ്റവും പുതിയ ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ ഏതാണ്? പ്രചന്ദ്. ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് തദ്ദേശീയമായി വികസിപ്പിച്ച ഏറ്റവും പുതിയ ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്ററാണ് പ്രചന്ദ്. വിദ്യാഭ്യാസ ചാനലായ വിക്ടേഴ്സ് ചാനലിലൂടെ സംരക്ഷണം ചെയ്യുന്ന കാർഷിക പരിപാടി ഏതാണ്? അത് നൂറുമേനി. വൈറ്റമിൻ എയെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. വൈറ്റമിൻ എയുടെ രാസനാമം എന്താണ്? റെറ്റിനോൾ എന്നാണ്. റെറ്റിനോൾ. ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് ശരിയായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. വൈറ്റമിൻ എയുടെ രാസനാമം റെറ്റിനോൾ എന്ന് തന്നെയാണ്. വൈറ്റമിൻ എയുടെ അഭാവം മൂലം മനുഷ്യരിൽ നിശാന്തത എന്ന രോഗമുണ്ടാകുന്നു. വൈറ്റമിൻ എയുടെ അഭാവം മൂലം മനുഷ്യരിൽ ഉണ്ടാകുന്ന രോഗമാണ് നിശാന്തത. 2 സ്റ്റേറ്റ്മെന്റ്സും ശരിയാണ്. 1ഉം 2ഉം ശരിയാണ് എന്ന ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയുടെ പേര് എന്താണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണത്? സ്റ്റേപ്പിസ് ആണ്. ചെവിയിലെ അസ്ഥിയായിട്ടുള്ള സ്റ്റേപ്പിസ് ആണ്. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം മണ്ണൂത്തിയാണ്. കേരള കാർഷിക സർവകലാശാല മണ്ണൂത്തി. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതിയാണ് തെന്മല. നെഫ്രൈറ്റിസ് രോഗം ബാധിക്കുന്ന മനുഷ്യ ശരീരഭാഗം ഏതാണ്? നെഫ്രൈറ്റിസ് രോഗം ബാധിക്കുന്ന മനുഷ്യ ശരീരഭാഗമാണ് വൃക്ക. അടുത്തത്, കുനോ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? കുനോ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്. കുനോ നാഷണൽ പാർക്ക് മധ്യപ്രദേശിലാണ് കേട്ടോ. രാസസമവാക്യങ്ങൾ സമീകരിക്കുമ്പോൾ താഴെ പറയുന്നവയിൽ ഏത് ഗുണമാണ് സമീകരിക്കപ്പെടുന്നത്? രാസസമവാക്യങ്ങൾ സമീകരിക്കപ്പെടുമ്പോൾ താഴെ പറയുന്നവയിൽ
പിണ്ഡഗുണമാണ് സമീകരിക്കപ്പെടുന്നത്. ആധുനിക പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് ഗുണത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ്. ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ആറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്തത് ദ്രാവകാവസ്ഥയിലുള്ള ലോഹമായ മെർക്കുറിയുടെ അയിര് താഴെ പറയുന്നതിൽ ഏതാണ്? ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന മെർക്കുറിയുടെ അയിരാണ് സിനബാർ എന്നത്. പ്രഷർ കുക്കറിൽ ആഹാര സാധനങ്ങൾ വേഗത്തിൽ പാകം ചെയ്യുവാൻ കഴിയുന്നത് താഴെ പറയുന്നവയിൽ ഏത് കാരണം കൊണ്ടാണ്? പ്രഷർ കുക്കറിൽ ആഹാര സാധനങ്ങൾ വേഗത്തിൽ പാകം ചെയ്യാൻ കഴിയുന്നത് മർദ്ദം കൂടുമ്പോൾ ജലത്തിന്റെ തിളനില വർദ്ധിക്കുന്നത് കൊണ്ടാണ്. വർദ്ധിക്കുന്നു. ഏതൊരു പദാർത്ഥത്തിനും അതിൻ്റെ തന്നെ അവസ്ഥ തുടരുവാനുള്ള പ്രവണതയിൽ നിന്നാണ് ചലന നിയമങ്ങൾ ന്യൂട്ടൺ പ്രസ്താവിച്ചത്. താഴെ പറയുന്നവയിൽ ഏത് ഗുണമാണ് ചലന നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്? അത് ജഡത്വമാണ് കേട്ടോ, ജഡത്വം. ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ രഹിത ഹൈക്കോടതി ഏതാണ്? കേരള ഹൈക്കോടതി. സൂര്യന്റെ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കുവാൻ ISRO വിക്ഷേപിക്കുവാൻ തയ്യാറെടുക്കുന്ന സ്പേസ് ക്രാഫ്റ്റിന്റെ പേരാണ് ഏതാണ്? ആദിത്യ L1 മിഷൻ. കൊതുകിന്റെ മുട്ട വിരിയുന്നതിന് എടുക്കുന്ന ദിവസം. എത്ര ദിവസം എടുക്കും? 8 ദിവസം എടുക്കും. പുകവലി മൂലമുണ്ടാകുന്ന രോഗം. ഇവിടെ തന്നിട്ടുള്ളവയിൽ പുകവലി മൂലമുണ്ടാവുന്ന രോഗം ഏതാണ്? ബ്രോങ്കൈറ്റിസ് ആണ്. നോക്കിക്കേ, പ്രമേഹം, മഞ്ഞപ്പിത്തം, കരൾ വീക്കം എന്നിവയാണ് മറ്റു മൂന്നും. പുകവലി മൂലമുണ്ടാവുന്ന രോഗം ബ്രോങ്കൈറ്റിസ് ആണ്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ജനീവയാണ്. ജനീവ. ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? ഗ്രന്ഥിയാണ് കരൾ. ഒരു ചലനരഹിത സന്ധിക്ക് ഉദാഹരണം. ഇവിടെ തന്നിട്ടുള്ളവയിൽ ചലനരഹിത സന്ധിക്ക് ഉദാഹരണമാണ് തലയോട്ടിയിലെ സന്ധി. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഒരു വിസർജനാവയവം തിരഞ്ഞെടുക്കുക. വിസർജനാവയവം ഏതാണ്? വൃക്കയാണ്. ഹൃദയത്തിൽ 4 അറകളുള്ള ജീവി ഏതാണ്? മനുഷ്യന്റെ ഹൃദയത്തിന് 4 അറകളാണ് ഉള്ളത്. പാറ്റയ്ക്ക് 13 അറകളുണ്ട് കേട്ടോ. പാറ്റയുടെ ഹൃദയത്തിന് 13 അറകളുണ്ട്. മത്സ്യത്തിന് 2 ഹൃദയ അറകളാണ് ഉള്ളത്. അപ്പൊ ഹൃദയത്തിൽ 4 അറകൾ ഉള്ളത് ആർക്കാണ്? മനുഷ്യനാണ്. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ ബി ആണ് കേട്ടോ. വിറ്റാമിൻ ബിയും സിയും ആണ് വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻസ്. അപ്പൊ ഇവിടെ തന്നിട്ടുള്ളവയിൽ വിറ്റാമിൻ ബി ആണ്. മാരകമായ അസുഖം കാരണം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതി എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? താലോലം പദ്ധതിയാണ്. മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? മനുഷ്യ ശരീരത്തിൽ 206 അസ്ഥികളാണുള്ളത്. ജീവിതശൈലി രോഗത്തിന് ഒരു ഉദാഹരണം. താഴെ തന്നിട്ടുള്ളവയിൽ ജീവിതശൈലി രോഗത്തിന് ഉദാഹരണമാണ് ബ്ലഡ് പ്രഷർ. ജലദോഷത്തിന് കാരണമാകുന്ന രോഗകാരി ഏതാണ്? ജലദോഷത്തിന് കാരണമാകുന്ന രോഗകാരിയാണ് വൈറസ്. കോളറയ്ക്ക് കാരണമാകുന്ന രോഗകാരി ഏതാണ്? കോളറയ്ക്ക് കാരണമാകുന്ന രോഗകാരിയാണ് ബാക്ടീരിയ. അടുത്ത ചോദ്യം, സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠസ്വാമികൾ. താഴെ പറയുന്നവയിൽ ഉഷ്ണമരുഭൂമിയിലെ ഗോത്രവർഗങ്ങൾ ഏതൊക്കെയാണ്? ട്രൈബ്സിന്റെ പേര് ഇവിടെ തന്നിട്ടുണ്ട്, നോക്കാം. കുബു ട്രൈബ്സ് സൗത്ത് ഈസ്റ്റ് സുമാത്ര, ഇന്തോനേഷ്യയിലുള്ള ഫോറസ്റ്റിൽ തന്നെ കാണപ്പെടുന്ന ഒരുതരം സെമി നൊമാഡിക് ആയിട്ടുള്ള ട്രൈബ്സ് ആണ്. അപ്പോൾ ഇവർ ഉഷ്ണ മരുഭൂമിയിലുള്ളവരല്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അടുത്തത് ബുഷ്മൻ ആണ്. ബുഷ്മൻ ഉഷ്ണ മരുഭൂമിയിൽ കാണപ്പെടുന്ന ഒരു ഗോത്രവർഗക്കാരാണ്. അപ്പം അത് ശരിയാണ്. അടുത്തത് ദയാക്ക് ആണ്. ദയാക്ക് എന്ന് പറയുന്നത്
ബോർണിയോയിലുള്ള ഇൻഡിജിനസ് ഗ്രൂപ്പാണ്. ബോർണിയോയിൽ കാണപ്പെടുന്ന ഇൻഡിജിനസ് ഗ്രൂപ്പായിട്ടുള്ള ഗോത്രവർഗ വിഭാഗമാണ്. അപ്പം ഇവരും ഉഷ്ണമരുഭൂമിയിലുള്ളവരല്ല. പിന്നുള്ളത് ത്വരക്കാണ്. അവർ ഉഷ്ണമരുഭൂമിയിൽ കാണപ്പെടുന്ന ഒരു ഗോത്ര വിഭാഗമാണ്. അപ്പോൾ 2ഉം 4ഉമാണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 2ഉം 4ഉം. ബുഷ്മനും ത്വറാക്കും ആണ് ഉഷ്ണമരുഭൂമിയിൽ കാണപ്പെടുന്ന ഗോത്രവർഗ്ഗങ്ങൾ. ചിലപ്പോൾ ചോദിച്ചേക്കാം ബുഷ്മൻ ത്വറാക്ക് എന്നത് എന്താണ് അല്ലെങ്കിൽ എന്ത് വിഭാഗമാണ് എന്ന് ചോദിച്ചേക്കാം. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കുക ഉഷ്ണമരുഭൂമിയിൽ കാണപ്പെടുന്ന ഗോത്ര വിഭാഗമാണ്. ഓക്കെ, അടുത്തത് ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ്? കൈലാഷ് സത്യാർത്ഥിയാണ്. കൈലാഷ് സത്യാർത്ഥി. അടുത്ത ചോദ്യം നോക്കാം. ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കൾ. ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിതമായ വസ്തുക്കളാണ് മൂലധനം. അടുത്തത് 2013 സൗരയുധത്തിൽ എത്തിയ വാൽനക്ഷത്രം. 2013 സൗരയുധത്തിൽ എത്തിയ വാൽനക്ഷത്രമാണ് ഐസൺ എന്നത്. മധ്യകാല യൂറോപ്പിൽ സ്പെയിനിൽ നിലനിന്നിരുന്ന സർവകലാശാല ഏതാണ്? അത് പാർമ സർവകലാശാലയാണ്. പാർമ. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയുടെ മാനക രേഖാംശം ഏതാണ്? ഇന്ത്യയുടെ മാനക രേഖാംശം 82 ഡിഗ്രി 30 മിനിറ്റ് ഈസ്റ്റ് ആണ്. 82.5 ഡിഗ്രി ഈസ്റ്റ്. ഓക്കെ. ഇന്ത്യയിൽ കൂടി കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണ്? ഇന്ത്യയിൽ കൂടി കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖയാണ് 23.5 ഡിഗ്രി നോർത്ത് എന്നത്. 23.5 ഡിഗ്രി നോർത്ത്. ഇവിടെ നോർത്താണ്, മേലെ നമ്മൾ പറഞ്ഞത് ഈസ്റ്റ് ആണെന്ന് കൂടി ഓർത്തിരിക്കുക. ഇന്ത്യയുടെ അക്ഷാംശീയ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര കോണീയ അളവാണ്? എത്രയാണ്? 30 ഡിഗ്രി അളവാണ്. 30 ഡിഗ്രി. ഹിമാനിയുടെ കനമേറിയ ഒരു നിക്ഷേപണ ഭൂരൂപത്തിന്റെ പേരാണ് കരേവ എന്നത്. കൃഷി അധിഷ്ഠിത വ്യവസായം ഏതാണ്? ഇവിടെ തന്നിട്ടുള്ളവയിൽ കൃഷി അധിഷ്ഠിത വ്യവസായമാണ് പഞ്ചസാര വ്യവസായം. ഇന്ത്യയിലെ ആദ്യ തുറമുഖാധിഷ്ഠിത ഉരുക്കുശാല സ്ഥാപിതമായ പ്രദേശം ഏതാണ്? ഇന്ത്യയിലെ ആദ്യ തുറമുഖാധിഷ്ഠിത ഉരുക്കുശാല സ്ഥാപിതമായ പ്രദേശമാണ് വിശാഖപട്ടണം. ഹിമാചൽ പ്രദേശ്, ടിബറ്റ് പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ഹിമാചൽ പ്രദേശ്, ടിബറ്റ് എന്നീ പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഷിപ്കില ചുരം. ഇവിടെ തന്നിട്ടുള്ളവയിൽ ഒരു പാരമ്പര്യ ഊർജ സ്രോതസ് ഏതാണ്? പാരമ്പര്യ ഊർജ സ്രോതസ്സാണ് കൽക്കരി. ഇനി ഇന്ത്യയിൽ ഗ്രാമീണ റോഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായ വസ്തുത ഏതാണ്? ഗ്രാമങ്ങളിലെ ആഭ്യന്തര സഞ്ചാരം ഉറപ്പാക്കുന്നവയാണ് ഗ്രാമീണ റോഡുകൾ. എന്താണ് ഗ്രാമീണ റോഡുകൾ? ഗ്രാമപ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡുകളാണ് ഗ്രാമീണ റോഡുകൾ. ഭൂപ്രകൃതി സ്വാധീനം ചെലുത്തുന്നത് കൊണ്ട് തന്നെ ഗ്രാമീണ റോഡുകളിൽ സാന്ദ്രതയിൽ പ്രാദേശികമായിട്ട് വ്യത്യാസം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഗ്രാമങ്ങളിലെ ആഭ്യന്തര സഞ്ചാരം ഉറപ്പാക്കുന്നവയാണ് ഗ്രാമീണ റോഡുകൾ. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഈ റോഡുകളുടെ നിർമ്മാണവും പരിപാലനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നിർവഹിക്കുന്നത്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഈ റോഡുകളുടെ നിർമ്മാണവും പരിപാലനവും ആരാണ് നിർവഹിക്കുന്നത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. അടുത്തത് സംസ്ഥാന തലസ്ഥാനങ്ങളെ ജില്ലാ ആസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്നു. ആണോ? ഗ്രാമീണ റോഡുകളാണോ? അല്ല കേട്ടോ, സംസ്ഥാന പാതകളാണിത്. സംസ്ഥാന തലസ്ഥാനങ്ങളെ ജില്ലാ ആസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന റോഡുകൾ ഏതാണ്? അത് സംസ്ഥാന പാതയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോൾ ശരിയായിട്ടുള്ള വസ്തുതയാണ് ചോദിച്ചിട്ടുള്ളത്. 1ഉം 2ഉം മാത്രമാണ് ശരി. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ സി ആണ് കേട്ടോ. 1ഉം 2ഉം എന്നിവ ശരി. ഏത് വർഷമാണ് ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടത്? 1986 1986. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവാരാണ്? സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് ആര്യ മഹിളാ സഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് പണ്ഡിത രമാഭായ്.
തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിനു വേണ്ടി ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹ സമരം ഏതാണ്? തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിന് വേണ്ടിയിട്ട് ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹ സമരമാണ് അഹമ്മദാബാദ് സത്യാഗ്രഹം, അല്ലെങ്കിൽ അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക്. ഓക്കെ. ഗാന്ധിജി കൈസർ ഇ ഹിന്ദ് ബഹുമതി ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ നൽകിയത് ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചിട്ടാണ്? ഗാന്ധിജി കൈസർ ഇ ഹിന്ദ് ബഹുമതി ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ നൽകിയത് ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചിട്ടാണ്? അത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ടിട്ടാണ് കേട്ടോ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. അടുത്ത ചോദ്യം, നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് റാണി ഗൈഡിലിയുവിനെയാണ്. റാണി ഗൈഡിലിയു. ചൗരി ചൗര സംഭവം നടന്ന വർഷം 1922. 1922. 1953 രൂപം കൊടുത്ത സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? 1953 രൂപം കൊടുത്ത സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? അത് ഫസൽ അലിയാണ് കേട്ടോ. ഫസൽ അലി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിക്കുന്ന പ്രമേയം പാസാക്കിയ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ലാഹോറിൽ വെച്ച്. 1929 ലാഹോർ സമ്മേളനം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിക്കുന്ന പ്രമേയം പാസാക്കിയ സമ്മേളനം ലാഹോർ സമ്മേളനമാണ്. 1940 ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിന് വേണ്ടി ഗാന്ധിജി ആദ്യം തിരഞ്ഞെടുത്തത് ആരെയാണ്? 1940 ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിന് വേണ്ടി ഗാന്ധിജി ആദ്യം തിരഞ്ഞെടുത്തത് വിനോബ ഭാവെയാണ്. ആചാര്യ വിനോബ ഭാവെയാണ്. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്ന ധീര വനിത ആരാണ്? അത് അരുണ ആസഫ് അലിയാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ്, കണ്ടോ, നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ചോദ്യ പേപ്പറിൽ പോലും കണ്ടതാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? രാജാറാം മോഹൻ റോയ്. 1924 ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി ആരാണ്? 1924 ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളിയാണ് CK ലക്ഷ്മണൻ. കേരളത്തിന്റെ വിസ്തൃതി എത്രയാണ്? 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ്. 38,863 ചതുരശ്ര കിലോമീറ്റർ. വിത്തും കൈക്കോട്ടും എന്ന കൃതി ആരുടെ സൃഷ്ടിയാണ്? വിത്തും കൈക്കോട്ടും എന്ന കൃതി ആരുടെ സൃഷ്ടിയാണ്? വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ കൃതിയാണ് കേട്ടോ. വിത്തും കൈക്കോട്ടും എന്നത് വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ കൃതിയാണ്. എനർജി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? എനർജി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ജൂൾ ആണ്. ജൂൾ. ജനിച്ച് 24 മണിക്കൂറിനകം നവജാത ശിശുക്കൾക്ക് ശിശു ആധാർ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? തെലങ്കാനയാണ് കേട്ടോ. തെലങ്കാന. ജനിച്ച് 24 മണിക്കൂറിനകം നവജാത ശിശുക്കൾക്ക് ശിശു ആധാർ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് തെലങ്കാന. അടുത്തത്, ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് ഹാൽ തദ്ദേശീയമായി വികസിപ്പിച്ച ഏറ്റവും പുതിയ ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ ഏതാണ്? പ്രചന്ദ്. ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് തദ്ദേശീയമായി വികസിപ്പിച്ച ഏറ്റവും പുതിയ ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ ആണ് പ്രചന്ദ്. വിദ്യാഭ്യാസ ചാനലായ വിക്ടേഴ്സ് ചാനലിലൂടെ സംരക്ഷണം ചെയ്യുന്ന കാർഷിക പരിപാടി ഏതാണ്? അത് നൂറുമേനി. വൈറ്റമിൻ എയെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. വൈറ്റമിൻ എയുടെ രാസനാമം എന്താണ്? റെറ്റിനോൾ എന്നാണ്. ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് ശരിയായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. വൈറ്റമിൻ എയുടെ രാസനാമം റെറ്റിനോൾ എന്ന് തന്നെയാണ്. വൈറ്റമിൻ എയുടെ അഭാവം മൂലം മനുഷ്യരിൽ നിശാന്തത എന്ന രോഗമുണ്ടാകുന്നു. വൈറ്റമിൻ എയുടെ അഭാവം മൂലം മനുഷ്യരിൽ ഉണ്ടാകുന്ന രോഗമാണ് നിശാന്തത. 2 സ്റ്റേറ്റ്മെന്റ്സും ശരിയാണ്. 1ഉം 2ഉം ശരിയാണ് എന്ന ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ.
മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയുടെ പേര് എന്താണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണത്? സ്റ്റേപ്പിസ് ആണ്. ചെവിയിലെ അസ്ഥിയായിട്ടുള്ള സ്റ്റേപ്പിസ് ആണ്. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം മണ്ണൂത്തിയാണ്. മണ്ണൂത്തി. കേരള കാർഷിക സർവകലാശാല മണ്ണൂത്തി. ഇന്ത്യയിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതി. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതിയാണ് തെന്മല. തെന്മല. നെഫ്രൈറ്റിസ് രോഗം ബാധിക്കുന്ന മനുഷ്യ ശരീരഭാഗം ഏതാണ്? നെഫ്രൈറ്റിസ് രോഗം ബാധിക്കുന്ന മനുഷ്യ ശരീരഭാഗമാണ് വൃക്ക. വൃക്ക. അടുത്തത്, കുനോ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? കുനോ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്. കുനോ നാഷണൽ പാർക്ക് മധ്യപ്രദേശിലാണ് കേട്ടോ. രാസസമവാക്യങ്ങൾ സമീകരിക്കുമ്പോൾ താഴെ പറയുന്നവയിൽ ഏത് ഗുണമാണ് സമീകരിക്കപ്പെടുന്നത്? രാസസമവാക്യങ്ങൾ സമീകരിക്കപ്പെടുമ്പോൾ താഴെ പറയുന്നവയിൽ പിണ്ഡഗുണമാണ് സമീകരിക്കപ്പെടുന്നത്. ആധുനിക പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് ഗുണത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഏത് ഗുണത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ്. ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ആറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്തത്, ദ്രാവകാവസ്ഥയിലുള്ള ലോഹമായ മെർക്കുറിയുടെ അയിര് താഴെ പറയുന്നതിൽ ഏതാണ്? മെർക്കുറിയുടെ അയിര്, ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന മെർക്കുറിയുടെ അയിരാണ് സിനബാർ എന്നത്. സിനബാർ. പ്രഷർ കുക്കറിൽ ആഹാര സാധനങ്ങൾ വേഗത്തിൽ പാകം ചെയ്യുവാൻ കഴിയുന്നത് താഴെ പറയുന്നവയിൽ ഏത് കാരണം കൊണ്ടാണ്? പ്രഷർ കുക്കറിൽ ആഹാര സാധനങ്ങൾ വേഗത്തിൽ പാകം ചെയ്യാൻ കഴിയുന്നത് മർദ്ദം കൂടുമ്പോൾ ജലത്തിന്റെ തിളനില വർദ്ധിക്കുന്നത് കൊണ്ടാണ്. മർദ്ദം കൂടുമ്പോൾ ജലത്തിന്റെ തിളനില വർദ്ധിക്കുന്നു. ഏതൊരു പദാർത്ഥത്തിനും അതിൻ്റെ തന്നെ അവസ്ഥ തുടരുവാനുള്ള പ്രവണതയിൽ നിന്നാണ് ചലന നിയമങ്ങൾ ന്യൂട്ടൺ പ്രസ്താവിച്ചത്. താഴെ പറയുന്നവയിൽ ഏത് ഗുണമാണ് ചലന നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്? അത് ജഡത്വമാണ് കേട്ടോ. ജഡത്വം. ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ രഹിത ഹൈക്കോടതി ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ രഹിത ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി. കേരള ഹൈക്കോടതി. സൂര്യന്റെ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കുവാൻ ISRO വിക്ഷേപിക്കുവാൻ തയ്യാറെടുക്കുന്ന സ്പേസ് ക്രാഫ്റ്റിന്റെ പേരാണ് ഏതാണ്? ആദിത്യ L1 മിഷൻ ആണ്. ആദിത്യ L1 മിഷൻ. കൊതുകിന്റെ മുട്ട വിരിയുന്നതിന് എടുക്കുന്ന ദിവസം. കൊതുകിന്റെ മുട്ട വിരിയുന്നതിന് എത്ര ദിവസം എടുക്കും? 8 ദിവസം. 8 ദിവസം എടുക്കും. പുകവലി മൂലമുണ്ടാകുന്ന രോഗം. ഇവിടെ തന്നിട്ടുള്ളവയിൽ പുകവലി മൂലമുണ്ടാവുന്ന രോഗം ഏതാണ്? ബ്രോങ്കൈറ്റിസ് ആണ്. ബ്രോങ്കൈറ്റിസ്. നോക്കിക്കേ, പ്രമേഹം, മഞ്ഞപ്പിത്തം, കരൾ വീക്കം എന്നിവയാണ് മറ്റു മൂന്നും. പുകവലി മൂലമുണ്ടാവുന്ന രോഗം ബ്രോങ്കൈറ്റിസ് ആണ്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവയാണ്. ജനീവ. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവ. ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ. കരൾ. ഒരു ചലനരഹിത സന്ധിക്ക് ഉദാഹരണം. ഇവിടെ തന്നിട്ടുള്ളവയിൽ ചലനരഹിത സന്ധിക്ക് ഉദാഹരണമാണ് തലയോട്ടിയിലെ സന്ധി. തലയോട്ടിയിലെ സന്ധി. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഒരു വിസർജനാവയവം തിരഞ്ഞെടുക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ വിസർജനാവയവം ഏതാണ്? വൃക്കയാണ്. വൃക്ക. ഹൃദയത്തിൽ 4 അറകളുള്ള ജീവി ഏതാണ്? ഹൃദയത്തിൽ 4 അറകളുള്ളത്. മനുഷ്യന്റെ ഹൃദയത്തിന് 4 അറകളാണ് ഉള്ളത്. പാറ്റയ്ക്ക് 13 അറകളുണ്ട് കേട്ടോ. പാറ്റയുടെ ഹൃദയത്തിന് 13 അറകളുണ്ട്. മത്സ്യത്തിന് 2 ഹൃദയ അറകളാണ് ഉള്ളത്. അപ്പൊ ഹൃദയത്തിൽ 4 അറകളുള്ളത് ആർക്കാണ്? മനുഷ്യനാണ്. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ ബി ആണ് കേട്ടോ. വിറ്റാമിൻ ബിയും സിയും ആണ് വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻസ്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളവയിൽ വിറ്റാമിൻ ബി ആണ്. മാരകമായ അസുഖം കാരണം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതി എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? താലോലം പദ്ധതിയാണ്. താലോലം. മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? മനുഷ്യ ശരീരത്തിൽ 206 അസ്ഥികളാണുള്ളത്.
ജീവിതശൈലി രോഗത്തിന് ഒരു ഉദാഹരണം. താഴെ തന്നിട്ടുള്ളവയിൽ ജീവിതശൈലി രോഗത്തിന് ഉദാഹരണമാണ് ബ്ലഡ് പ്രഷർ. ജലദോഷത്തിന് കാരണമാകുന്ന രോഗകാരി ഏതാണ്? ജലദോഷത്തിന് കാരണമാകുന്ന രോഗകാരിയാണ് വൈറസ്. കോളറയ്ക്ക് കാരണമാകുന്ന രോഗകാരി ഏതാണ്? കോളറയ്ക്ക് കാരണമാകുന്ന രോഗകാരിയാണ് ബാക്ടീരിയ. അടുത്ത ചോദ്യം. സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ. താഴെ പറയുന്നവയിൽ ഉഷ്ണമരുഭൂമിയിലെ ഗോത്രവർഗങ്ങൾ ഏതൊക്കെയാണ്? ട്രൈബ്സിന്റെ പേര് ഇവിടെ തന്നിട്ടുണ്ട്, നോക്കാം. കുബു ട്രൈബ്സ് സൗത്ത് ഈസ്റ്റ് സുമാത്ര ഇന്തോനേഷ്യയിലുള്ള ഫോറസ്റ്റിൽ തന്നെ കാണപ്പെടുന്ന ഒരുതരം സെമി നൊമാഡിക് ആയിട്ടുള്ള ട്രൈബ്സ് ആണ്. അപ്പോൾ ഇവർ ഉഷ്ണമരുഭൂമിയിലുള്ളവരല്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അടുത്തത് ബുഷ്മൻ ആണ്. ബുഷ്മൻ ഉഷ്ണമരുഭൂമിയിൽ കാണപ്പെടുന്ന ഒരു ഗോത്രവർഗക്കാരാണ്. അപ്പം അത് ശരിയാണ്. അടുത്തത് ദയാക്കാണ്. ദയാക്ക് എന്ന് പറയുന്നത് ബോർണിയോയിലുള്ള ഇൻഡിജിനസ് ഗ്രൂപ്പാണ്. ബോർണിയോയിൽ കാണപ്പെടുന്ന ഇൻഡിജിനസ് ഗ്രൂപ്പായിട്ടുള്ള ഗോത്രവർഗ വിഭാഗമാണ്. അപ്പം ഇവരും ഉഷ്ണമരുഭൂമിയിലുള്ളവരല്ല. പിന്നുള്ളത് ത്വരക്കാണ്. അവർ ഉഷ്ണമരുഭൂമിയിൽ കാണപ്പെടുന്ന ഒരു ഗോത്ര വിഭാഗമാണ്. അപ്പോൾ 2ഉം 4ഉം ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 2ഉം 4ഉം ബുഷ്മനും ത്വറാക്കും ആണ് ഉഷ്ണമരുഭൂമിയിൽ കാണപ്പെടുന്ന ഗോത്രവർഗ്ഗങ്ങൾ. ചിലപ്പോൾ ചോദിച്ചേക്കാം ബുഷ്മൻ ത്വറാക്ക് എന്നത് എന്താണ് അല്ലെങ്കിൽ എന്ത് വിഭാഗമാണ് എന്ന് ചോദിച്ചേക്കാം. അപ്പം നമ്മൾ അറിഞ്ഞിരിക്കുക ഉഷ്ണമരുഭൂമിയിൽ കാണപ്പെടുന്ന ഗോത്ര വിഭാഗമാണ്. ഓക്കെ, അടുത്തത്. ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ്? കൈലാഷ് സത്യാർത്ഥി. അടുത്തത് നമുക്ക് കുറച്ച് മലയാളം ചോദ്യങ്ങളാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യ പേപ്പറിലെ മലയാളം ചോദ്യങ്ങളാണ് എടുത്തിട്ടുള്ളത്. ആദ്യത്തെ ചോദ്യം ഇതാണ്. വിൺ അധികം തലം എന്താണ്? വിണ്ടലം. അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഏത് സന്ധി പ്രകാരമാണ് വിൺ അധികം തലം എന്ന വിണ്ടലത്തെ പിരിച്ചെഴുതിയിരിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സന്ധി അറിയാവുന്ന കൂട്ടുകാർക്ക് ഇത് എളുപ്പം കിട്ടിയിട്ടുണ്ടാവും. അറിയാത്തവർക്കായിട്ട് ഒരു ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം. അത് എത്രത്തോളം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ക്ലിയർ ആവും എന്ന് എനിക്കറിയില്ല, എന്നാലും നോക്കാം. ഇത്തരത്തിൽ പിരിച്ചെഴുതിയ പദം ഇടത്തെ സൈഡും ലെഫ്റ്റ് സൈഡും പൂർണ്ണമായിട്ടുള്ള പദം വലത്തെ സൈഡും എഴുതുന്ന രൂപത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ ടിപ്പാണ്, ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഒരേപോലെയുള്ളത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഒരുപോലെയുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. ഇവിടുത്തെ എക്സാമ്പിൾ ഇതിപ്പോൾ വി ഈ ലെഫ്റ്റ് സൈഡിലുണ്ട്, റൈറ്റ് സൈഡിലുണ്ട്. വി നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. അതുപോലെ ഇൺ ഉണ്ട്, അതില്ല നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ. താ ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ, പക്ഷേ റൈറ്റ് സൈഡിൽ അതില്ല. ലം ഉണ്ട്, അത് നമ്മൾ കട്ട് ചെയ്ത് കളയുന്നു. ഓക്കെ, അപ്പം നമുക്കിവിടെ 2 സൈഡും ചില അക്ഷരങ്ങൾ ബാക്കി വന്നിട്ടുണ്ട് ഉണ്ടല്ലോ. 2 സൈഡും നമുക്ക് അക്ഷരങ്ങൾ ബാക്കി വന്നിട്ടുണ്ട്. ഇവിടെയും വന്നിട്ടുണ്ട്. എങ്കിൽ ഇത് ആദേശസന്ധിയാണ്. ഇപ്പം നിങ്ങൾക്ക് അത്ര ക്ലിയർ ആയിട്ടുണ്ടാവില്ല. 2 എക്സാമ്പിൾ കാണിച്ചു തരാം. ഒരു ഉദാഹരണമായിട്ട് എടുക്കുമ്പോൾ നമുക്ക് തണുപ്പുണ്ട് എന്നൊരു വാക്ക് എടുക്കുകയാണെന്ന് കരുതാം. തണുപ്പുണ്ട് ഒന്ന് എഴുതാനായിട്ട് ട്രൈ ചെയ്യുകയാണ്. ഇത് നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇത് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ഇതിൽ നിന്ന് പറഞ്ഞു തരാം, നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. നമ്മൾ 3 എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. 4 സന്ധികളുടെ ഉദാഹരണങ്ങൾ എന്ന പോലെയാണ് 3 എക്സാമ്പിൾ എടുത്തിട്ടുള്ളത്. ഒന്നാമത്തേത് തണുപ്പുണ്ട്, പിരിച്ചെഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? തണുപ്പ് അധികം ഉണ്ട് ആണ് തണുപ്പുണ്ട്. രണ്ടാമത്തേത് താമര അധികം ഇലയാണ് താമര ഇല. മൂന്നാമത്തേത് പകൽ അധികം കാലം പകൽക്കാലം. അങ്ങനെയാണ്. ഓക്കെ, ശ്രദ്ധിക്കുക. നമ്മൾ ഈ നേരത്തെ പറഞ്ഞു ഒരേപോലെയുള്ളത് ലെഫ്റ്റും റൈറ്റും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി എന്താ ഉള്ളത് അതിനനുസരിച്ചാണ് സന്ധി വരുന്നത്. ഒരു ടിപ്പാണ്, അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മാർക്ക് കിട്ടും. ഓക്കെ, നോക്കുക. ഒന്നാമത്തേത് തണുപ്പുണ്ട് എന്നുള്ളതാണ്. അപ്പം താ ഉണ്ട്, നമുക്ക് വേറെ കളറിൽ കട്ട് ചെയ്യാം. ഓക്കെ, താ ഉണ്ട്. അതുപോലെ തണുപ്പിൻ്റെ തണുപ്പ് എന്നുള്ളതിൻ്റെ തണുപ്പ് ഉണ്ട്. അതിൽ അടുത്തത് പാ ഉണ്ട്, നമുക്ക് പാ വരുന്നുണ്ട്, പക്ഷെ ചന്ദ്രക്കല ഇല്ല കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കണേ, ചന്ദ്രക്കല ഇല്ല. അത് കഴിഞ്ഞ് പാ ഇവിടെ നമ്മൾ കട്ട് ചെയ്തു. ഊ ചിഹ്നം നമുക്കിവിടെ തണുപ്പു എന്നുള്ള രീതിയിൽ ഊ ചിഹ്നം ഉണ്ട് എന്നുള്ളതുണ്ട്. ഇവിടെ നമുക്ക് ചന്ദ്രക്കല ബാക്കിയായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബാക്കിയായിട്ട് ഒരു ചന്ദ്രക്കലയുണ്ട്. ഈ സൈഡ് ഈക്വൽ ടുവിൻ്റെ റൈറ്റ് സൈഡ് നമുക്ക് ഇല്ല. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് സൈഡ് ബാക്കിയുണ്ട്, റൈറ്റ് സൈഡ് ഇല്ല. അങ്ങനെ വരുന്ന ഒരു കണ്ടീഷനിൽ അവിടെ വരുന്നത് എന്താണ്? ലോപസന്ധിയാണ് കേട്ടോ. ലോപസന്ധിയാണ്. ഇവിടെ ഒന്ന് ലോപിച്ചു പോയിട്ട് ഇവിടെ ഉള്ള ചന്ദ്രക്കല
ന്റെ ലെഫ്റ്റ് സൈഡുള്ള ചന്ദ്രക്കല റൈറ്റ് സൈഡിൽ വന്നപ്പോൾ ഇല്ല, അവിടെ ലോപിച്ചു പോയി. അപ്പോൾ ലോപസന്ധിയാണ് വരുന്നത്. തൊട്ട് താഴത്തെ എക്സാമ്പിൾ നോക്കിക്കേ. താമരയില, അപ്പോൾ ഒരേപോലുള്ള താ, അതുപോലെ മാ, അതുപോലെ രാ കളഞ്ഞു. ഇനി ഈ ഉണ്ട്, ഈ ചിഹ്നം നമുക്കിവിടെ ചിഹ്നമായിട്ടാണുള്ളത്, അതും കട്ട് ചെയ്ത് കളയുക. ലാ കട്ട് ചെയ്ത് കളഞ്ഞാൽ ഇവിടെ നമുക്ക് യാ എന്നൊരക്ഷരം അധികമായിട്ടുണ്ട്, ഇവിടെ ഇല്ലാത്തത്. ലെഫ്റ്റ് സൈഡ് ഇല്ലാത്തത് അധികമായിട്ട് റൈറ്റ് സൈഡിലുണ്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ഇല്ല, റൈറ്റ് സൈഡിൽ ഉണ്ട് എന്ന് വരുമ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? യാ എന്ന അക്ഷരം ആഗമിച്ചു. ആഗമസന്ധിയാണ് വന്നത്, ആഗമസന്ധി. മനസ്സിലാവുന്നുണ്ടോ? മൂന്നാമത്തെ എക്സാമ്പിളും കൂടെ നോക്കാം. മൂന്നാമത്തേത് പകൽക്കാലം. പകൽ അധികം കാലമാണ് പകൽക്കാലം. ഒരുപോലെയുള്ളവ കട്ട് ചെയ്തേ. പ, ക, ൽ, അതുപോലെ കാലം എന്നുള്ളത് അതൊന്ന് നിൽക്കട്ടെ. 2 കായാണ് ഇവിടെ വന്നിട്ടുള്ളത്, ലം വെട്ടിക്കളഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു ക = കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് 2 ക വരുന്നുണ്ട്. അപ്പോൾ ഇരട്ടിക്കുന്നു, × 2 ആയിട്ട് മാറുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു? ദ്വിത്വസന്ധിയാണ് വരുന്നത്, ദ്വിത്വസന്ധി. മനസ്സിലായോ? ക്ലിയർ ആണോ? ഇത് ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അതിനുശേഷം നിങ്ങൾ ഈ എക്സാമ്പിൾ ഒന്നും കൂടെ റിവൈസ് ചെയ്ത് കേൾക്കാം കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഈ അധിക ചിഹ്നമുള്ളത് വേണം ലെഫ്റ്റ് സൈഡ് ഇടാൻ, പൂർണ്ണമായിട്ടുള്ള വാക്ക് വേണം റൈറ്റ് സൈഡിൽ ഇടാൻ. മറന്നു പോകരുത്. അത് തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആൻസർ തെറ്റും കേട്ടോ. ഇത് ചെറിയൊരു ടിപ്പാണ്, ശ്രദ്ധിക്കുക. ലെഫ്റ്റ് സൈഡ് ഇതുപോലെ കട്ട് ചെയ്ത് കളയുമ്പോൾ ഈ ചന്ദ്രക്കല പോലത്തെ കാര്യങ്ങളൊന്നും മിസ്സായിട്ടില്ല എന്നും ഉറപ്പ് വരുത്തുക കേട്ടോ. കുറച്ചൊന്ന് പ്രാക്ടീസ് ചെയ്താൽ കിട്ടും. ഒട്ടും അറിയാത്ത കൂട്ടുകാർക്ക് ഇത് എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത്. അതിൻ്റെ കോഡൊന്നും കൂടെ ഒന്ന് ചെറുതാക്കി പറഞ്ഞു തരികയാണെങ്കിൽ, ഇങ്ങനെ കട്ട് ചെയ്ത് പോകുന്ന സമയത്ത് ആദ്യത്തെ =ന് മുൻപ് അക്ഷരങ്ങളൊന്നും ബാക്കിയില്ലാതെ =ന് ശേഷം എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ അത് ആഗമസന്ധിയാണ്. ആഗമസന്ധിയാണ്. എന്തോ ഒന്ന് ഇവിടെ ആഗമിച്ചു, ആ വാക്കിൽ ആഗമിച്ചു, ആഗമസന്ധിയാണ്. ആദ്യത്തേതിൽ ബാക്കി നിലനിൽക്കെ രണ്ടാമത്തേതിൽ പൂർണ്ണമായ വാക്ക് വരുമ്പോൾ അതിലും നിലനിൽക്കുമ്പോൾ രണ്ടിടത്തും എന്തോ ഒന്ന് ബാക്കിയായി വരികയാണെങ്കിൽ അവിടെ ആദേശസന്ധിയാണ് വരുന്നത്. പിന്നെ ആദ്യം ഉണ്ടായിരുന്ന വാക്കിൽ ഒരു വാക്കിൻ്റെ ഇരട്ടി, ഇവിടെ നമുക്ക് എക്സ് ബാക്കിയുണ്ട്, രണ്ടാമത്തെ ഭാഗമായപ്പോൾ 2x ആയി മാറി. ഇത്തരത്തിൽ കാ ഇരട്ടിച്ചതുപോലെ ഇരട്ടിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ അത് ദ്വിത്വസന്ധിയാണ്. മൂന്നാമത്തെ കേസാണ് ആദ്യത്തെ ഭാഗത്ത് ബാക്കി വരികയും രണ്ടാമത്തെ ഭാഗത്ത് ബാക്കി വരാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ, ആദ്യത്തെ ഭാഗത്ത് ബാക്കി വന്നു, രണ്ടാമത്തെ ഭാഗത്ത് വന്നിട്ടില്ല എങ്കിൽ ലോപസന്ധിയാണ്. ഇവിടെ പറഞ്ഞില്ലേ, തണുപ്പുണ്ട്, ചന്ദ്രക്കല ബാക്കി വന്നു, ഇവിടെ വന്നിട്ടില്ല, അതാണ് ലോപസന്ധി. താമരയിലയിൽ ഇവിടെ ഒന്നും ബാക്കി വന്നിട്ടില്ല, താമരയിലയിൽ യാ ആഗമിച്ചു, അപ്പോൾ ആഗമസന്ധി. രണ്ടിടത്തും ബാക്കി വന്നു. വിണ്ടലത്തിലുള്ളതുപോലെ വിൺ അധികം തലം എന്ന് പിരിച്ചെഴുതുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇൻ, ത എന്നിവ ബാക്കി വരികയും വിണ്ടലത്തിൽ ഡ എന്നത് ബാക്കി വരികയും ചെയ്യുകയാണെങ്കിൽ അത് ആദേശസന്ധിയാണ്. പകൽക്കാലത്തിലെ പോലെ ക ഇരട്ടിച്ച് പകൽക്കാലം എന്ന് മാറുമ്പോൾ അത് ദ്വിത്വസന്ധിയും ആണ്. ക്ലിയർ ആയോ? ഒന്നും കൂടെ ഒന്ന് കേട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ക്ലിയർ ആവുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം കേട്ടോ. ക്ലീബം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? നപുംസകം എന്നാണ് കേട്ടോ. നപുംസകം. ക്ലീബം എന്ന പദത്തിൻ്റെ അർത്ഥം നപുംസകം എന്നാണ്. നപുംസകം. കൂട്ടത്തിൽപ്പെടാത്തത് ഏതെന്ന് കണ്ടെത്തുക. കൂട്ടത്തിൽപ്പെടാത്തത് ഏത്? സമുദ്രം, അക്ഷീപം, വസ്സിരം, മഞ്ഞ് എന്നിവയാണ് തന്നിട്ടുള്ളത്. കൂട്ടത്തിൽപ്പെടാത്തത് മഞ്ഞാണ്. മഞ്ഞ്. ഓപ്ഷൻ എ, ബി, സി എന്നിവ പര്യായ പദങ്ങളാണ്. സാമുദ്രം, വസ്സിരം, അക്ഷീപം എന്നിവയെല്ലാം കടലുപ്പ് എന്ന വാക്കിൻ്റെ പര്യായ പദങ്ങളാണ്. മഞ്ഞ് മാത്രമാണ് ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വാക്ക്. ഓക്കെ. ശരിയല്ലാത്ത വിപരീത രൂപം ഏത്? വിപരീത പദ രൂപം ശരിയല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ നോക്കാം. അണിയം, അമരം. അണിയം, അമരം എന്നിവ ശരിയാണ്. വൃഷ്ടി, സമഷ്ടി ശരിയാണ്. ആദാനം, പ്രധാനം ശരിയാണോ? അതെ, ശരിയാണ് കേട്ടോ. ആദാനം, പ്രധാനമാണ് വിപരീത പദമായിട്ട് വരുന്നത്. ഉപജയം, അപജയമാണ്. ഇതിൽ ഉപചയമാണ്. അക്ഷരപ്പെശകാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതാണ് തെറ്റായിട്ടുള്ള രൂപം? ഡി ആണ് കേട്ടോ തെറ്റായിട്ടുള്ള. അപ്പോൾ നമ്മുടെ ആൻസർ ഡി ആണ്. ഉപജയം, അപജയമാണ് വാക്ക്, ഉപജയമല്ല. അക്ഷരം മാറ്റിയാൽ കറക്റ്റാണ്. ഓക്കെ. ഇനി ചുട്ടെഴുത്തുകൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? ചുട്ടെഴുത്തുകൾ മലയാളത്തിൽ ചുട്ടെഴുത്തുകൾ എന്ന് പറയുന്നത് ആ, ഇ, എ എന്നിവയാണ് മലയാളത്തിലെ ചുട്ടെഴുത്തുകൾ. ഇതിൽ ദ്വിത്വസന്ധിയായിട്ട് കണക്ട് ചെയ്തൊരു പോയിന്റ് പറയാനുണ്ട്. ചുട്ടെഴുത്ത് അക്ഷരങ്ങളായിട്ടുള്ള ആ,
ഈ എ എന്നിവ നീട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഇരട്ടിക്കില്ല. നീട്ടി പറഞ്ഞാൽ അത് ഇരട്ടിക്കില്ല. ഒരു ഉദാഹരണം വേണമെങ്കിൽ പറഞ്ഞുതരാം. ഈ ഇമ്മാതിരി എന്നൊരു വാക്ക്, ഈ അധികം മാതിരി, ഈ അധികം മാതിരി എന്നാൽ ഈ അധികം മാതിരി. അതുപോലെ മൊത്തം എഴുതുന്നില്ല, മനസ്സിലാക്കുക. ഈ അധികം മാതിരി ഇത് കൂട്ടി എഴുതുമ്പോൾ ഇത് ഇതേപോലെ തന്നെയാണ് വരുന്നത്. ഓക്കെ, അതായത് അതിൻ്റെ ആൻസർ എന്താ വരുന്നതെന്ന് നോക്കുകയാണെങ്കിൽ ഈ അധികം മാതിരി എന്നത് ഇമ്മാതിരി എന്ന് വരും. ഇമ്മാതിരി, ഇമ്മാതിരി എന്ന് വരും. അതുപോലെ ഈ അധികം മാതിരി എന്നത് ഈ മാതിരി എന്ന് തന്നെയാണ് വരുന്നത് കേട്ടോ. ഈ മാതിരി എന്ന് തന്നെയാണ് വരുന്നത്. ഒരേപോലെ തന്നെയാണ് വരുന്നത്. ഈ ഒരു വ്യത്യാസം മനസ്സിലാക്കുക. ഇത് ചുട്ടെഴുത്തുകളും ദ്വിത്വസന്ധിയുമായിട്ടുള്ളൊരു ചെറിയ കണക്ഷനാണ്, അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ ചുട്ടെഴുത്തുകൾ എന്താണ്? ആ, ഈ, എ എന്നതാണ് മലയാളത്തിലെ ചുട്ടെഴുത്തുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ചതയില്ലാത്തിടത്ത് കത്തി വെക്കരുത് എന്ന് പറയുന്നുണ്ട്. ചതയില്ലാത്തിടത്ത് കത്തി വെക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ചതയില്ലാത്തിടത്ത് കത്തി വെക്കരുത് എന്ന് പറഞ്ഞാൽ ഫലമില്ലാത്തിടത്ത് പ്രവർത്തിക്കരുത് എന്നാണ്. ഫലമില്ലാത്തിടത്ത് പ്രവർത്തിക്കരുത്, ഫലമില്ലാത്തിടത്ത് പ്രവർത്തിക്കരുത്. തന്നിരിക്കുന്ന എതിർലിംഗ രൂപങ്ങളിൽ തെറ്റായ ജോഡി ഏതാണ്? തന്നിരിക്കുന്ന എതിർലിംഗ രൂപങ്ങളിൽ തെറ്റായത് നോക്കാം. നേതാവിൻ്റെ എതിർലിംഗ രൂപം എന്താണ്? നേത്രിയാണ്. നേത്രി. നേതാവ് നേത്രി, നേതാവ് നേത്രി ശരിയാണ്. വിദ്വാൻ വിദുഷി, വിദ്വാൻ വിദുഷി എന്നതും ശരിയാണ്. വിദ്വാൻ വിദുഷി ശരിയാണ്. കവി കവയിത്രിയാണ്. കവിയിത്രിയല്ല, കവയിത്രിയാണ്. കവയിത്രിയാണ്. അപ്പോൾ തെറ്റായിട്ടുള്ള ഓപ്ഷൻ സി ആണ്. കവി കവയിത്രിയാണ്. അപായം ഉപായം, അപായം ഉപായമാണ് എതിർലിംഗമായിട്ട് വരുന്നത്. അപായം ഉപായമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ കവി കവയിത്രി എന്നതാണ് തെറ്റ്. ഈ ഒരു ഓപ്ഷൻ കൊടുത്തത് ഓപ്പോസിറ്റ് ആണെന്നുള്ള രീതിയിലൊന്ന് ഓർത്തിരുന്നാൽ മതി കേട്ടോ. ഓപ്ഷൻ സി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത്, പഠിക്കാൻ ആഗ്രഹിക്കുന്നയാൾ, പഠിക്കാൻ ആഗ്രഹിക്കുന്നയാളാണ് പിപഡിഷു. പിപഡിഷു കുടിക്കാനുള്ള ആഗ്രഹമാണ് പിപാസു. കുടിക്കാനുള്ള ആഗ്രഹം പിപാസ, കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ പിപാസു ആണ്. പിപാസു. കാണാനുള്ള ആഗ്രഹം ദിദൃക്ഷയാണ്. ദിദൃക്ഷ, ദിദൃക്ഷയാണ് കാണാനുള്ള ആഗ്രഹം. കാണാൻ ആഗ്രഹിക്കുന്നയാൾ ദിദൃക്ഷുവാണ്. ഇനി പിപഡിഷു നമ്മൾ പറഞ്ഞു, പഠിക്കാൻ ആഗ്രഹിക്കുന്നയാളാണ് പിപഡിഷു. അപ്പോൾ പഠിക്കാനുള്ള ആഗ്രഹം എന്താണ്? പിപഡിഷ, പിപഡിഷയാണ്. പിപഡിഷ, പിപഡിഷ പഠിക്കാനുള്ള ആഗ്രഹം. പഠിക്കാൻ ആഗ്രഹിക്കുന്നയാളാണ് പിപഡിഷു. ബുഭുക്ഷു എന്താണ്? ബുഭുക്ഷു. ബുഭുക്ഷ എന്നാൽ വിശപ്പാണ്. അപ്പോൾ ബുഭുക്ഷു എന്നാൽ ഭക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നയാൾ എന്നാണ്. ഭക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നയാൾ. ബുഭുക്ഷ, മഹതി ബുഭുക്ഷ എന്നാൽ അതിയായ വിശപ്പ് എന്നാണ് അർത്ഥം. അപ്പോൾ ബുഭുക്ഷു ഭക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നയാൾ. സ്ത്രീ പുരുഷ നപുംസകങ്ങളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ മാത്രം ബഹുത്വത്തെ കുറിക്കുന്നത് എന്താണ്? സ്ത്രീ പുരുഷ നപുംസകങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ മാത്രം ബഹുത്വം, അതായത് ലിംഗം തിരിച്ചറിഞ്ഞിട്ടുള്ളവയുടെ ബഹുത്വമാണ് സലിംഗ ബഹുവചനം. സലിംഗ ബഹുവചനം. അപ്പോൾ സ്ത്രീ പുരുഷ നപുംസകങ്ങളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ മാത്രം ബഹുത്വത്തെ കുറിക്കുന്നത് സലിംഗ ബഹുവചനമാണ്. ഇതിൽ ലിംഗം പ്രത്യയം ഒന്നും നമുക്ക് തിരിച്ചറിയാൻ പാകത്തിനല്ലെങ്കിൽ അത് അലിംഗ ബഹുവചനമാണ്. നമ്മൾ ബഹുവചനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആണല്ലോ. അടുത്തത്, കാലുകൊണ്ട് വെള്ളം കുടിച്ചിട്ട് തല കൊണ്ട് മുട്ടയിട്ടു. കാലുകൊണ്ട് വെള്ളം കുടിച്ചിട്ട് തല കൊണ്ട് മുട്ടയിട്ടു എന്ന കടങ്കഥയുടെ ഉത്തരമാണ് തെങ്ങ്. തെങ്ങ് കടങ്കഥ ഇപ്പോൾ PSC ചോദിക്കുന്നുണ്ട്. കാലുകൊണ്ട് വെള്ളം കുടിച്ചിട്ട് തല കൊണ്ട് മുട്ടയിട്ടു. കടങ്കഥയുടെ ഉത്തരമാണ് തെങ്ങ്. അടുത്ത ചോദ്യം, അവൻ എന്ന പദം പിരിച്ചെഴുതുക. അടുത്ത ചോദ്യം, അവൻ എന്ന പദം പിരിച്ചെഴുതുക. അവൻ എന്ന പദം എങ്ങനെയാണ് പിരിച്ചെഴുതുക? ആ അധികം അൻ ആണ് അവൻ. ആ അധികം അന്നാണ് അവൻ എന്ന് വരുന്നത്. ആ അധികം അൻ അവൻ. അവൻ എന്ന പദം പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? ആ അധികം അന്നാണ് അവൻ. ആ അധികം അൾ എന്ന് വന്നാൽ, ആ അധികം അൾ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് അവൾ എന്ന് വായിക്കും. അപ്പോൾ അൻ എന്നത് പുരുഷ പ്രത്യയമാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. അൻ എന്നത് പുരുഷ പ്രത്യയമാണ്. ആ അധികം അൻ അവനും, ആ അധികം അൾ എന്നത് അവൾ എന്നതും ആണ്. അങ്ങനെയാണെങ്കിൽ ആ അധികം ആ എന്താണ്? ആ അധികം ആ എന്നാൽ എന്ത് വായിക്കും? അത് അവ എന്നാണ് കേട്ടോ. അവയാണ്. അവ, അവ. ആ അധികം അൻ അവൻ, ആ അധികം അൾ അവൾ, ആ അധികം ആ അവ എന്നാണ് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ സി.
ആദേശസന്ധിക്ക് ഉദാഹരണം, ഇത് നമ്മൾ നേരത്തെ കണ്ട അതേ ചോദ്യം ആയതുകൊണ്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കിക്കേ, ആദേശസന്ധി എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. രണ്ട് സൈഡും കട്ട് ചെയ്യുക. അധിക ചിഹ്നമുള്ളത് ലെഫ്റ്റ് സൈഡ് ഇടണം, പൂർണ്ണമായിട്ടുള്ളത് മാത്രം റൈറ്റ് സൈഡ് ഇടണം. അതൊരിക്കലും മാറിപ്പോവരുത്. മാറിക്കഴിഞ്ഞാൽ നമ്മളെ മൊത്തത്തിലുള്ള ഒരു കാൽക്കുലേഷൻ തെറ്റിപ്പോവും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. നമ്മളിപ്പോൾ ആ ചോദ്യം ചെയ്തേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് അതേ ചോദ്യം തന്നെ ചെയ്ത് നോക്കാം. വി എന്നത് ഓപ്ഷൻ ബി നോക്കിക്കേ. വി എന്നത് രണ്ട് സ്ഥലത്തും കട്ട് ചെയ്തു. അതിനുശേഷം ലം എന്നത് മാത്രമേ നമുക്ക് കോമൺ ആയിട്ടുള്ളതുള്ളൂ, കട്ട് ചെയ്തു. ബാക്കി നമുക്ക് ഇവിടെയും വരുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട്. രണ്ടിടത്തും ബാക്കി വന്നു കഴിഞ്ഞാൽ എന്താണ്? ആദേശസന്ധിയാണ്. ബാക്കി ഒന്ന് ഓപ്ഷൻസ് ഒന്ന് നോക്കി നോക്കാം നമുക്ക്. പച്ചക്കുതിര എന്ന് വന്നു. പച്ചക്കുതിര, പ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു, ച നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. കൂ എന്നുള്ളത് നമുക്കിവിടെ രണ്ടായിട്ട് ഇരട്ടിച്ചിട്ട് വന്നിട്ടുണ്ട്. പച്ചക്കുതിരയുടെ കൂ നമുക്ക് ഇരട്ടിച്ച് വന്നിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി കുതിരയുടെ തിര എന്നത് കട്ട് ചെയ്ത് കളഞ്ഞാൽ ക ഇരട്ടിച്ചു. അപ്പോൾ ഇതേതാണ് സന്ധി വരുന്നത്? ദ്വിത്വസന്ധിയാണ്, ദ്വിത്വസന്ധി. അടുത്തത് കേട്ടു അധികം ഇല്ല, കേട്ടില്ല. കെ എന്നത് ഒരുപോലെ വന്നു, ട വന്നു. ഇവിടെയുള്ള ഊ ചിഹ്നം വന്നിട്ടില്ല കേട്ടോ, ശ്രദ്ധിക്കണേ. ഈ വന്നു, ട വന്നു, ഈ ചിഹ്നം വന്നു, ല വന്നു. അപ്പം നമുക്ക് ലെഫ്റ്റ് സൈഡ് ബാക്കിയുണ്ട്, റൈറ്റ് സൈഡ് ബാക്കിയില്ല. അങ്ങനെ വന്നാൽ എന്താണ്? ലോപസന്ധിയാണ്. ഇവിടെ ലോപിച്ചു പോയി, അപ്പോൾ ഇത് ലോപസന്ധിയാണ്. ഇനി പനയോല, പ കട്ട് ചെയ്തു, ന കട്ട് ചെയ്തു. ഓല, ഓ എന്നത് ഇവിടെ ചിഹ്നമായിട്ട് വന്നിട്ടുണ്ട്, അത് കട്ട് ചെയ്തു. ല കട്ട് ചെയ്തു. ലെഫ്റ്റ് സൈഡ് ഇല്ല, റൈറ്റ് സൈഡ് ഉണ്ട്. എന്താണ്? ആഗമസന്ധിയാണ്, ആഗമസന്ധി. ക്ലിയർ ആയോ നിങ്ങൾക്ക്? നമ്മളിപ്പോൾ 4 എക്സാമ്പിൾ മൊത്തം ഇവിടെ പറഞ്ഞു. നേരത്തെയും നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു. അപ്പോൾ ഇതിൽ നിന്ന് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അത് ഒന്ന് ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്കത് ഉപകാരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അടുത്തത് ആർക്കിടൈപ്പ് എന്നതിൻ്റെ മലയാള പദം എന്താണ്? ആർക്കിടൈപ്പ് എന്നതിൻ്റെ മലയാള പദമാണ് ആദിപ്രരൂപം എന്നത്. ആദിപ്രരൂപം, ആർക്കിടൈപ്പ് എന്നാൽ ആദിപ്രരൂപം എന്നാണ്. ചെല്ലം പെരുത്താൽ ചിതലരിക്കും എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ്? ചെല്ലം പെരുത്താൽ ചിതലരിക്കും. ചെല്ലം പെരുത്താൽ ചിതലരിക്കും എന്നാൽ അതിവാത്സല്യം അപകടകാരിയാണ് എന്നാണ്. ചെല്ലം പെരുത്താൽ ചിതലരിക്കും, അതിവാത്സല്യം അപകടകാരിയാണ്. ഒറ്റപ്പദം കണ്ടെത്തി എഴുതുക. തിതീർഷ. എന്താണ് തിതീർഷ? തിതീർഷ എന്നാൽ തരണം ചെയ്യാനുള്ള ഇച്ഛയാണ്. തരണം ചെയ്യാനുള്ള ഇച്ഛയാണ് തിതീർഷ. തിതീർഷ. കുടിക്കാൻ ആഗ്രഹിക്കുന്നയാൾ നമ്മളിപ്പോൾ പറഞ്ഞേ ഉള്ളൂ, പിപാസു ആണ്. കുടിക്കാനുള്ള ആഗ്രഹം പിപാസയും, കുടിക്കാൻ ആഗ്രഹിക്കുന്നയാൾ പിപാസു ആണ്, പിപാസു. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് ജംഗമം, സ്ഥാവരം. ജംഗമത്തിൻ്റെ വിപരീതമാണ് സ്ഥാവരം. ജംഗമം, സ്ഥാവരം. വൃഷ്ടി, സമഷ്ടി. വൃഷ്ടിയുടെ വിപരീതമാണ് സമഷ്ടി എന്നത്. മണ്ഡനം, ഖണ്ഡനം. മണ്ഡനം, ഖണ്ഡനം. അപ്പോൾ ഇതും ശരിയായിട്ടുള്ളതാണ്. ജംഗമം, സ്ഥാവരം ശരിയാണ്. വൃഷ്ടി, സമഷ്ടി എന്നതും ശരിയാണ്. ഉഗ്രത്തിൻ്റെ വിപരീതം എന്താണ്? ശാന്തമാണ്, ശാന്തം. അതുകൊണ്ടാണ് ഓപ്ഷൻ ഡി തെറ്റിയിട്ടുള്ളത്. ശാന്തമാണ് വരുന്നത്, ഉഗ്രം ശാന്തമാണ്. അപ്പോൾ ഡി ഓപ്ഷനാണ് തെറ്റ്. കൂട്ടത്തിൽ പെടാത്തത് ഓപ്ഷൻ ഡി ആണ്. ജംഗമം, സ്ഥാവരം, വൃഷ്ടി, സമഷ്ടി, മണ്ഡനം, ഖണ്ഡനം. ഓക്കെ. കുതിരയുടെ പര്യായമല്ലാത്തത് ഏതാണ്? ഏതോ ഒന്ന് കുതിരയുടെ പര്യായം അല്ല. ഏതാണ്? നഗജമാണ് കേട്ടോ, നഗജം. നഗജം എന്നാൽ ആനയാണ്. നഗജം ആനയാണ്. ഹയം, ഘോടകം, പീതി എന്നിവ കുതിരയുടെ പര്യായങ്ങളാണ്. ഹയം, ഘോടകം, പീതി. നഗജം ആനയാണ്. കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക. കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക. അപ്പം നേരെ ഓപ്പോസിറ്റ് അല്ലാതെ വന്നിട്ടുള്ളത് ഏതാണ് എന്നാണ് കണ്ടെത്തേണ്ടത്. നായകൻ, നായികയാണ്. നായകൻ നായികയാണോ? അല്ല, ഇവിടെ തന്നിട്ടുള്ളത് തെറ്റായിട്ടാണ്. നായകൻ നായികയാണ്, നായകി അല്ല. നായകൻ നായിക. അപ്പോൾ ഒന്നാമത്തേതാണ് തെറ്റായിട്ടുള്ളത്. ആൻസർ കിട്ടി. ബാക്കി നോക്കാം. തപസ്വി, തപസ്വിനി. തപസ്വി എന്നത് സ്ത്രീലിംഗ പദമല്ല, അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം. തപസ്വി, തപസ്വിനിയാണ് എതിർലിംഗമായിട്ട് വരുന്നത് കേട്ടോ. തപസ്വി, തപസ്വിനി. ശ്വശൂരൻ, ശ്വശ്രു. ശ്വശൂരനും ശ്വശ്രുവും. അടുത്തത് ഉപാധ്യായൻ, ഉപാധ്യായി. ഉപാധ്യായൻ, ഉപാധ്യായി. ഉപാധ്യായനും ഉപാധ്യായും കറക്റ്റാണ്. അപ്പോൾ ഓപ്ഷൻ എ മാത്രമാണ് തെറ്റ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്. പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ്? പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഇവിടെ തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? മിടുക്കർ, സ്ത്രീകൾ, നദികൾ, വൈദ്യർ എന്നിവരാണ്. പൂജക ബഹുവചനത്തിന് ഉദാഹരണമാണ് വൈദ്യർ. വൈദ്യർ പൂജക ബഹുവചനത്തിന് ഉദാഹരണമാണ്. കരണീ പ്രസവം എന്നാൽ എന്ത്? കരണീ പ്രസവം എന്നാൽ എന്താണ്?
കരണി എന്നാൽ ആണാന പെണ്ണാന എന്നാണ് അർത്ഥം. കരണി എന്നാൽ പെണ്ണാനയാണ് കേട്ടോ. ആനയുടെ ഗർഭകാലം എന്ന് പറയുന്നത് ഏകദേശം 18 മാസമാണ്. അപ്പോൾ അത് അപൂർവമായൊരു സംഭവം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു ശൈലിയാണ് കരണീ പ്രസവം എന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കരണീ പ്രസവം എന്നാൽ എന്താണ്? അപൂർവമായ സംഭവം എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആണല്ലോ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ എക്സാം എഴുതുക. എല്ലാവർക്കും നല്ല രീതിക്ക് അറ്റംപ്റ്റ് ചെയ്തിട്ട് ഹാപ്പി ആയിട്ട് തിരിച്ചു വരാനായിട്ട് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇത്രയും ചോദ്യങ്ങൾ നല്ല രീതിക്ക് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.